അപ്പോൾ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുസ്തകലോകം പരമ്പരയുടെ 21-ാം അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മളിന്ന് എസ് ഹരീഷിൻ്റെ നോവലായ പട്ടുനൂൽ പുഴുവാണ് ചർച്ച ചെയ്യുന്നത്. ഈ നോവലിനെ കുറിച്ചുള്ള അവലോകനം നടത്തുന്നത് ടി ഹേമ തൃക്കാക്കര. ഹരീഷിൻ്റെ മൂന്നാമത്തെ നോവലാണ് പട്ടുനൂൽ പുഴു. മീശ, ഓഗസ്റ്റ് 17 എന്നീ നോവലുകൾക്ക് ശേഷം ഇത് പുറത്തിറങ്ങിയത് 2024 ഡിസംബറിലാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ ഈ നോവലിനെ കുറിച്ച് അദ്ദേഹം ആമുഖമായി എഴുതിയിട്ടുള്ളത്, ദുരിതങ്ങളുടെ കൊക്കൂണുകളിൽ ഒറ്റയ്ക്കായ കഥാപാത്രങ്ങളുടെ ക്ലോസ് ഷോട്ടുകളാണ് ഈ നോവലിൽ. തങ്ങൾക്കുള്ളിലേക്ക് നിരന്തരം സഞ്ചരിക്കുന്നവരാണ് ഇതിലെ കഥാപാത്രങ്ങൾ. അപ്പോൾ നോവലിനെയും ഇത് അവലോകനം ചെയ്യുന്ന ഹേമ ടി തൃക്കാക്കരയും പരിചയപ്പെടുത്തുന്നു നമ്മുടെ ആങ്കറായ ഹേമലത. ക്ലബ് ഹൗസ് മീഡിയ റൂമിലെ പുസ്തക ലോകം പരമ്പരയുടെ 21-ാം അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരമ്പരയുടെ 21-ാം അധ്യായത്തിൽ പ്രദീപ് സർ പറഞ്ഞതുപോലെ എസ് ഹരീഷിന്റെ പ്രശസ്ത നോവൽ പട്ടുനൂൽ പുഴുവാണ് ചർച്ച ചെയ്യുന്നത്. ശ്രീ ടി ഹരീഷിന് മലയാളി വായനക്കാർക്ക് ഏറെ പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ സാർ പറഞ്ഞ 2 നോവലുകളും മീശ, അതുപോലെ ഓഗസ്റ്റ് 17 എന്നിങ്ങനെയുള്ള ഈ പുസ്തകങ്ങൾ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളവയാണ്. രാഷ്ട്രീയവും ചരിത്രവും പശ്ചാത്തലമായിട്ടുള്ള ആ പുസ്തകങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു വായനാനുഭവം തരുന്ന പുസ്തകങ്ങളിലൊന്നാണ് പട്ടുനൂൽ പുഴു. പട്ടുനൂൽ പുഴു അതിന്റെ പശ്ചാത്തലം കൊണ്ട് തന്നെയാണ് വ്യത്യസ്തമാകുന്നത്. സാർ സൂചിപ്പിച്ചു, മനുഷ്യന്റെ മനസ്സിലേക്ക് സഞ്ചരിക്കാനുള്ള ഒരു വൈഭവമാണ് ഈ നോവലിസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. മറ്റു നോവലുകൾക്കായി ചെയ്ത യാത്രയല്ല താൻ ഈ നോവലിന് വേണ്ടി ചെയ്തത്, സ്വന്തം ഉള്ളിലേക്കാണ് യാത്ര ചെയ്തത് എന്ന് പറയുന്നുണ്ട് ഹരീഷ്. ഇതിലെ കഥാപാത്രങ്ങൾ താങ്കളുടെ ഉള്ളിലേക്ക് നിരന്തരം സഞ്ചരിക്കുന്നവരാണ് എന്ന് നമുക്ക് വായനയിൽ തിരിച്ചറിയാൻ കഴിയും. ഏകാന്തത ഇതിലൊരു കഥാപാത്രം തന്നെയാണെന്ന് നമുക്ക് തോന്നും. ഇവിടെ ഈ നോവലില് പ്രധാന കഥാപാത്രമായിട്ട്, കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്ന സാംസ എന്ന വ്യത്യസ്തനായിട്ടുള്ള പേരുകാരനായിട്ടുള്ള 13-കാരനാണ്. വിഭൂതി ഭൂഷൺ ബന്ദോപാധ്യായയുടെ പഥേർ പാഞ്ചാലി ട്രിലജിയാണ്, അപ്പു ട്രിലജി എന്ന് അറിയപ്പെടുന്ന പഥേർ പാഞ്ചാലി, അപരാജിത, അപ്പു സൻസാർ എന്നൊക്കെ പറയുന്ന ആ നോവലുകളിലെ ആദ്യത്തെ കൃതി പഥേർ പാഞ്ചാലിയിലെ അപ്പുവിനെ ഓർമ്മിപ്പിക്കുന്നതാണ് സാംസയുടെ ചിന്തകളും കുട്ടിക്കാലവും ഒക്കെ. ആ അപ്പുവിനെ മാത്രമല്ല, അവന്റെ കുടുംബം, ഒരു പുരോഹിതനായ പിതാവും സർവജയ എന്ന് പറയുന്ന അവന്റെ മാതാവും, ദരിദ്രമായ ഒരു കുടുംബം, ദരിദ്രമായ ഒരു ക്ഷാമകാലമാണ് ആ കഥയുടെ പശ്ചാത്തലം. അതുപോലെ തന്നെ സാംസയുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം നമുക്ക് സമാനമായിട്ട് തോന്നും. ഞാൻ ഈ നോവലിനെ പറ്റി കൂടുതൽ പറയുന്നില്ല. ഇത് പരിചയപ്പെടുത്തുന്നത് പ്രശസ്ത കവയത്രി കൂടിയായ ശ്രീമതി ടി ഹേമ തൃക്കാക്കരയാണ്. ഹേമയെ പരിചയപ്പെടുത്താം. കൂടുതൽ കാര്യങ്ങൾ ഹേമ അവതരിപ്പിക്കുന്ന ഈ പുസ്തകാവതരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ശ്രീമതി ഹേമ തൃക്കാക്കര. ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ കഥയും കവിതയും എഴുതാറുള്ള ശ്രീമതി ഹേമ വാക്കു പൂക്കുമ്പോൾ, നിലാവൊഴിഞ്ഞിടം എന്നീ 2 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കഥകളും കവിതകളും കേരള അടിസ്ഥാനത്തിൽ പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ഹേമയുടെ. വാക്ക് പൂക്കുമ്പോൾ എന്ന കവിതാ സമാഹാരത്തിന് തകഴി പുരസ്കാരം, അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി പുരസ്കാരം, മീനടം കലാ സാഹിത്യ വേദി പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. നിലാ ഒഴിഞ്ഞിടം എന്ന കവിതാ സമാഹാരത്തിന് BC ക്രിയേറ്റീവ് സെന്റർ ഏർപ്പെടുത്തിയ ചവറ M ബാലചന്ദ്രൻ സ്മൃതി കവിതാ പുരസ്കാരം 2026 ലഭിച്ചു. കഥകൾക്ക് സംസ്ഥാന തലത്തിൽ എഴുത്തച്ഛൻ സ്മാരക കഥാ പുരസ്കാരത്തിനും കാവ്യസാഹിത്യ പുരസ്കാരത്തിനും അർഹമായി. തൃക്കക്കരയിലാണ് താമസം. മലപ്പുറം ജില്ലയിലെ എരമംഗലം സ്വദേശിനിയാണ് ഹേമ. പൊന്നാനി AV സ്കൂൾ, പൊന്നാനി MES കോളേജ്, റീജിയണൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ മൈസൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് വിദ്യാഭ്യാസം കഴിഞ്ഞത്.
DRDOയുടെ കീഴിലുള്ള നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യനോഗ്രാഫിക് ലബോറട്ടറിയിൽ ഡിഫൻസ് ഓഫീസറായിട്ടാണ് ഹേമ വിരമിച്ചത്. പ്രിയ സുഹൃത്ത് ഹേമ ടി തൃക്കാക്കരയെ ഇന്നത്തെ പുസ്തക അവതരണത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. വളരെ സ്നേഹം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്. അപ്പോ ആദ്യമായിട്ടാണ് ഞാൻ ക്ലബ് ഹൗസിലെ ഒരു പുസ്തക അവതരണത്തിന് വേണ്ടി വരുന്നത്. അതിനുവേണ്ടി എന്നെ ക്ഷണിച്ചിട്ടുള്ള പ്രദീപ് സാറ്, പ്രിയപ്പെട്ട സുഹൃത്ത് ഹേമ, നന്ദി പറഞ്ഞു തീർക്കണില്ല, അത് മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. കാരണം ഓരോ ക്ഷണങ്ങളും ഓരോ വളർച്ചയാണ്. ഹരീഷ് സാറ് മറ്റേ അത്യാവശ്യത്തിലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ രണ്ടുപേരും കൊടുത്തു കഴിഞ്ഞു. പുസ്തകത്തിനെ പറ്റിയിട്ടും അദ്ദേഹത്തിന്റെ കഥാകാരന്റെ പ്രത്യേകതകളെ പറ്റിയിട്ടും മറ്റ് നോവലുകളെ പറ്റിയിട്ടുമെല്ലാം. ഞാൻ പറഞ്ഞു തുടങ്ങുന്നത്, സത്യത്തില് നമ്മള് ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോഴും, നമ്മൾ പണ്ടത്തെ കാലഘട്ടത്തിൽ MT തുടങ്ങി അവിടുന്ന് കേശവദേവ് തുടങ്ങി ഇങ്ങോട്ടേക്ക് വന്ന് ഇപ്പൊ ഒരു പുതിയ കാലഘട്ടത്തിലേക്ക് നമ്മളുടെ എഴുത്തിന്റെ രീതികളും ഭാവങ്ങളും ചിത്രങ്ങളും ഒക്കെ മാറി മറിഞ്ഞു നിൽക്കുകയാണ്. കാരണം ഇന്നത്തെ കുട്ടികള്, അന്ന് നമ്മള് സുന്ദരികളെയും സുന്ദരന്മാരെയും ഒക്കെ വായിക്കുമ്പോൾ നമ്മുടെ മനുഷ്യന്റെ ഉള്ളിലുള്ള ഏറ്റവും സ്വാത്വികമായ, ഏറ്റവും സ്നേഹപരമായിട്ടുള്ള, ഏറ്റവും ചേർത്ത് പിടിക്കുന്ന മനുഷ്യ വികാരങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു കഥാകഥന രീതിയിലാണ് നമ്മൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇന്നത്തെ രീതിയിലേക്ക് പോകുമ്പോൾ ഇന്നിപ്പോ ഇപ്പുറത്തുള്ള CP ബിജുവിന്റെ ജലം പോലെയോ, അല്ലെങ്കിൽ നിന്നോട് എനിക്ക് ഏറ്റവും സ്നേഹമുള്ള നിന്നോട്, അതൊക്കെ വായിക്കുമ്പോൾ ഉള്ള ഒരു വ്യത്യാസങ്ങളുണ്ട്. ആ വായനാശീലത്തിന്റെ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങള് എപ്പോഴും എന്റെ മനസ്സിൽ എനിക്ക് തോന്നാറ്, ഏതൊരു പഴയ ബുക്കും ഏതൊരു പുതിയ ബുക്കും ആയിക്കോട്ടെ, ഒരു ചങ്ങലക്കണ്ണി ഇട്ട് വെച്ച് കൊളുത്തി വെക്കുന്നുണ്ട്. പഴയതിൽ നിന്ന് പുതിയയിലേക്കും പുതിയതിൽ നിന്ന് പഴയയിലേക്കും ഒരു ചങ്ങലക്കൊളുത്തിട്ട് വെക്കുന്ന രീതിയിലേക്കാണ് എഴുത്തിന്റെ മാതൃക അല്ലെങ്കിൽ എഴുത്തിന്റെ കഥാകഥന രീതി പോകുമ്പോ നമ്മള് ആ ചങ്ങലക്കണിയില് ഒരു കൊളുത്തായിട്ട് കൊളുത്തപ്പെടും. ആ കൊളുത്തുന്ന കൊളുത്താണ് ഇപ്പൊ S. ഹരീഷിന്റെ നോവലിനെ നമ്മൾക്ക് പറയാം, അതിനെന്താ പറയാ, ഏകാന്തത എന്നുള്ളൊരു വാക്കിലേക്ക് മാത്രം ചേർത്ത് വെക്കാൻ നമുക്ക് പറ്റില്ല. കാരണം നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെ ഉള്ളിലും ഒരു empty സ്പേസ് ഉണ്ട്. ആ ഏകാന്തതയുടെ ഉള്ളിൽ നമ്മൾ എല്ലാവരും അഭിരമിക്കുന്നുണ്ട്. പക്ഷെ ആ ഏകാന്തതയ്ക്ക് ഒപ്പം തന്നെ അവിടെ എന്തുകൊണ്ട് ഹരീഷിന്റെ ഈ നോവലിലേക്ക് വായനാലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും പറ്റുമോ എന്നറിയില്ല, പക്ഷെ ജീവിതത്തിന്റെ ഒറ്റപ്പെടലുകളിലേക്ക് ചുരുങ്ങിപ്പോയിട്ടുള്ള ഏതെങ്കിലും ജീവിത സാഹചര്യങ്ങളിൽ അവനവന്റെ ഉള്ളിലേക്ക് ഉൾവലിഞ്ഞ് ഒരു മറയുടെ പിൻപറ്റിക്കൊണ്ട് പുറം ലോകത്തെ ചെറു കണ്ണുകളിൽ കൂടെ സൂക്ഷ്മമായി വീക്ഷിച്ച് ആ വിചാരങ്ങളെ ഉള്ളിലേക്ക് എടുത്ത് നമ്മളുടെ ചിന്തകളോട് താതാത്മ്യം പ്രാപിപ്പിച്ച ഏതൊരു വായനക്കാരനും ഈ ഹരീഷിന്റെ ഈ പട്ടുനൂൽ പുഴുവിന്റെ ചുരുങ്ങലിലേക്ക് ചുരുങ്ങി, ആ ചുരുങ്ങൽ മാത്രമല്ല അദ്ദേഹം അവിടെ ചെയ്യിപ്പിക്കുന്നത്, ആ പട്ടുനൂൽ പുഴുവിന്റെ ഉള്ളിൽ നമ്മൾ അമർന്നിരിക്കുമ്പോൾ നമ്മളെ നമ്മളായിട്ട് നമ്മളുടെ വേദനകളെ പല പ്രതലത്തിലേക്കും പ്രസരിപ്പിച്ചുകൊണ്ട് അതിലെ ഓരോ കഥാപാത്രവും ഞാൻ തന്നെയാണ്, ഞാൻ തന്നെയാണ്, ഞാൻ തന്നെയാണ് എന്ന് നിരന്തരം നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വരികളിലൂടെ കടത്തിക്കൊണ്ടുപോകുന്ന എഴുത്തുശൈലിയാണ് പട്ടുനൂൽ പുഴുവിലുള്ളത്. 13 വയസ്സായിട്ടുള്ള സാംസ എന്ന കഥാപാത്രത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഈ കഥാപാത്രങ്ങളെല്ലാം തന്നെ നമ്മളുടെ മുന്നിലേക്ക് നടക്കുന്നതും പിന്നിലേക്ക് ഓർക്കുന്നതും, അതായത് ഭൂതകാലത്തിലേക്ക് നമ്മളെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്, വർത്തമാനകാലത്തിലേക്ക് നമ്മളെ മുന്നിലേക്ക് നടത്തിയും കൊണ്ടുപോകുന്നുണ്ട്. ഇതിൽ ഒട്ടുമിക്ക കഥാപാത്രങ്ങളും സചേതനങ്ങളായിക്കോട്ടെ അചേതനങ്ങളായിക്കോട്ടെ, ജീവനുള്ളതാണെങ്കിലും അല്ലെങ്കിലും, ഈ ഓരോ കഥാപാത്രങ്ങളിൽ കൂടെയും അതിന്റെ ചിന്താഗതികളിൽ കൂടെയും ഈ വായനക്കാരൻ കയറി ഇറങ്ങി പോകുമ്പോഴാണ് നമ്മൾ ഉൾവലിഞ്ഞുകൊണ്ട് ഒരു വളരെ സ്വസ്ഥമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് എന്തുകൊണ്ടാണ് ഞാൻ സാംസയിലേക്ക് പരകായ പ്രവേശം നടത്തുന്നത് എന്ന തിരിച്ചറിവ് തുടങ്ങുമ്പോഴാണ് ഈ പുസ്തകം നമ്മളെ ആവേശിക്കുന്നത്. ഇതിലെ നായക കഥാപാത്രമായ വിജയന്റെ ഭാര്യ ആനി,
കേന്ദ്ര കഥാപാത്രം എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന സാംസ. പക്ഷെ എന്റെ വായനയിൽ സാംസ മാത്രമല്ല അതിലെ കേന്ദ്ര കഥാപാത്രം. ഓരോ കഥാപാത്രങ്ങൾക്കും അതിന്റെ കൃത്യമായ കേന്ദ്രീയ ഉദ്ദേശത്തോടു കൂടിയും ആ കഥാപാത്രത്തിനെ അവിടുന്ന് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെയാണ് എപ്പോഴും ഞാൻ ഒരു നോവൽ വായിക്കുമ്പോൾ എൻ്റെ ഒരു രീതിയിൽ എപ്പോഴും ഞാൻ ഒരാളെ ഒന്ന് മാറ്റി നിർത്തി നോക്കും വായനയില്. ഈ ആളില്ലായിരുന്നെങ്കിൽ ഈ കഥ എങ്ങനെ പോകുമായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ചില നോവലുകളിൽ അത് അവിടെ തന്നെ സ്പ്ലിറ്റ് ആയിട്ട് പോവാറുണ്ട് എനിക്ക്. പക്ഷെ ഞാൻ ഏറ്റവും വലിയൊരു കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മനസ്സിന്റെ ഏകാന്തമായ ഭാഗങ്ങളിലെല്ലാം തന്നെ നമ്മളുടെ വിഷമങ്ങളും നമ്മൾക്ക് കിട്ടാത്ത സ്നേഹവും നമ്മൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന അച്ഛന്റെ സ്പർശവും അതല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചേരേണ്ടുന്ന കുറെ സാമ്പത്തികവും സാമൂഹികമായ ചുറ്റുപാടുകളും ഒന്നും ചേരാത്തപ്പോഴാണ് മനുഷ്യൻ ഏറ്റവും കൂടുതലായിട്ട് ഉൾവലിഞ്ഞ് നേരിയതായിട്ട് പോകുന്നത്. അങ്ങനത്തെ ഒരു കുട്ടി തന്നെയാണ് ഇതിലെ സാംസ. കാരണം അതായത് കഥാപാത്രത്തിന്റെ പേര് വിജയൻ, എന്തു തൊട്ടാലും വിജയിക്കും എന്നുള്ള ആശീർവാദം കിട്ടുന്ന പേരാണ് വിജയൻ. പക്ഷെ നമ്മുടെ കേന്ദ്ര കഥാപാത്രമാവട്ടെ നമ്മൾ കണ്ടുമറന്ന മനുഷ്യന്മാരെ പോലെ തന്നെയുള്ള എന്തു തൊട്ടാലും ആരംഭശൂരത്വത്തിൽ ഏറ്റവും അധികം അഭിരമിക്കുകയും അത് കഴിഞ്ഞ് അത് തകർന്നു കഴിഞ്ഞാൽ അവിടുന്ന് തന്നെ ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ അടുത്ത പ്രൊജക്റ്റിലേക്ക് പോവുകയും വീണ്ടും തിരിച്ച് അടുത്ത പ്രൊജക്റ്റിലേക്ക് പോയി തോറ്റു പോകുന്ന വിജയനാണ് സാംസയുടെ അച്ഛൻ. അപ്പൊ ഒരു കുഞ്ഞു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ അച്ഛന്റെ അപാകതകളും പോരായ്മകളും അവന്റെ വിഷമങ്ങളും ഒരു മറ്റു കുട്ടികളെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ സാംസയ്ക്ക് ഭയങ്കരമധികം വിഷമം ഉണ്ടാക്കേണ്ടതാണ്. പക്ഷേ സാംസ എന്ന ചെറു കുട്ടിയുടെ ലോകം അവൻ മാത്രമല്ലെന്നും അവന്റെ ചുറ്റിലും വേറെ ആരോ അവനിലേക്ക് ആവേശിച്ചു നിൽക്കുന്നുണ്ടെന്നും നിരന്തരം തോന്നുന്ന ഒരു മാനസികാവസ്ഥയുള്ള സാംസയ്ക്ക് തന്റെ ചളിയിൽ കെട്ടിമറിഞ്ഞു പൊക്കി വെച്ചിട്ടുള്ള മുന്നിലേക്ക് ചാർത്തുള്ള വീടും സ്ഥിരമായിട്ട് ചുറ്റുപാടുകളിലേക്കും വളരെ രഹസ്യമായിട്ട് തന്നെ കാണാതെ മറ്റുള്ളവരെ കാണുന്ന രീതിയിലേക്കുള്ള ചുറ്റുപാടുകളുള്ള വീടിന്റെ ചുറ്റുപാടുകളും അവന്റെ അച്ഛൻ ജോലി എടുക്കുന്ന സ്ഥലത്തേക്കുള്ള നീണ്ട ഇടവഴികളും അവിടെയുള്ള ചാർത്തുകളും പൊത്തുകളും ഇതെല്ലാം തന്നെ സാംസ എന്ന കുട്ടിയുടെ മറ്റുള്ള ബാഹ്യ സന്തോഷങ്ങളെക്കാട്ടിൽ കൂടുതൽ അവന് ആന്തരികമായിട്ടുള്ള ഒരു സന്തോഷം പുനർജനിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ആ പുനർജനിപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ നോവലിന്റെ ഒരു സവിശേഷത. കാരണം ആനി എന്ന് പറയുന്ന ഇതിന്റെ വിജയന്റെ, അതായത് സാംസയുടെ അമ്മ, ആ സാംസയുടെ അമ്മയും ഇതേപോലെ തന്നെ, അതായത് തന്റെ സാമ്പത്തിക ചുറ്റുപാടുകളിൽ വളരെ മോശമായിരിക്കുന്ന സമയത്ത് തന്റെ തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തിയിലേക്ക് ചാഞ്ഞിരുന്ന് കല്യാണം കഴിക്കുന്ന ആളാണ് വിജയൻ. വിജയന്റെ വീട്ടിലേക്ക് കെട്ടിക്കൊണ്ടുവന്നതിന് ശേഷം സാംസയും വേറൊരു ലോകത്തിലേക്കാണ് ചുറ്റപ്പെടുന്നത്. ആ ചുറ്റപ്പെടലിൽ സാംസയിലേക്ക് ഒതുങ്ങിക്കൂടുന്നതിനോടൊപ്പം തന്നെ തന്റെ കൂടെ കൃഷിക്ക് വന്നിരുന്ന, തന്നോട് സ്നേഹത്തോടു കൂടി ചീര നടാൻ വന്നിരിക്കുമ്പോൾ തല പൊക്കി നോക്കുന്ന വിജയനെ, ഓരോ പരാജയങ്ങളിലും വിജയൻ നീങ്ങി പുറത്തോട്ട് പോകുന്തോറും ആനി ഒരു തവണയെങ്കിലും മോഹിക്കുന്നുണ്ട്. തന്റെ വിജയൻ തന്നിലേക്ക് തിരിച്ചു വരാവുന്ന ഒരു വിജയനെ തനിക്ക് കിട്ടുമോ എന്ന്. അപ്പൊ ഈ സാഹചര്യങ്ങളെ ഒതുക്കി ചേർത്തുകൊണ്ട് സാംസയുടെ ലോകത്തും ആനിയുടെ ലോകത്തേക്കും ചുറ്റി തിരിയുന്നതിനോടൊപ്പം തന്നെ ഇവരെ ചുറ്റി വലം വെച്ചുകൊണ്ട് സാംസയുടെ മണ്ണിൽ വീടിനടുത്ത് എന്നോ അടക്കം ചെയ്തു പോയിട്ടുള്ള ഒരു പെൺകുട്ടിയിലേക്ക്. അപ്പോ അവിടെ കഥാപാത്രം, നോവലിസ്റ്റ് സാധാരണ ജീവിക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് കഥയെ മരിച്ചൊരു കഥാപാത്രത്തിലേക്ക് ആവേശിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മുടെ വായനയിൽ അത് തോന്നിപ്പിക്കുന്നില്ല. അതാണ് എസ് ഹരീഷ് എന്ന് പറയുന്ന കഥാകൃത്തിന്റെ കഥന കൗശലം എന്ന് പറയുന്ന രീതി. കാരണം എവിടെയും നമ്മളോടൊപ്പം ചേർന്ന് നടക്കുന്ന ഓരോരോ കഥാപാത്രങ്ങളെ എനിക്കറിയാം, എനിക്കറിയാം, ഞാൻ ഇങ്ങനെ ആയിരുന്നല്ലോ, എന്റെ ബാല്യകാലത്ത് എന്റെ അച്ഛൻ എന്നെ കടം മേടിക്കാൻ വേണ്ടി പറഞ്ഞയച്ചപ്പോൾ ആ അപമാനം ഞാൻ സഹിച്ചിരുന്നല്ലോ, സഹിച്ച അതേ സഹിക്കലാണല്ലോ സാംസയും സഹിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും കഥാകൃത്തിന്റെ കഥാപാത്രവും വായനക്കാരനും തമ്മിൽ ഒട്ടിച്ചേർന്നിരുന്നു കഴിഞ്ഞു. പിന്നെ ആ കഥാപാത്രത്തിന്റെ ഉള്ളിലേക്ക് വേറെ ഒന്നും കഥാകൃത്ത് എടുക്കേണ്ട കാര്യമില്ല, വായനക്കാരൻ അതിനോട് ചേർന്ന് വായിച്ചു പോകും.
അപ്പൊ ഈ സാംസയുടെ കൂട്ടത്തില് ഉണ്ടെന്ന് പറയുന്ന നടാഷ എന്ന് പറയുന്ന ഒരു കുട്ടി, ആ നടാഷ അവിടെ തന്നെ പണിക്ക് വരുന്ന ദാമുവിന്റെ പെങ്ങളാണ്. അവര് പണ്ടെപ്പോഴും അവിടെ താമസിച്ചിരുന്നതാണ്. ആ സ്ഥലത്താണ് മറ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ആ മറ ചെയ്തൊരു കുട്ടീനെ പറ്റിയിട്ട് ഇവന്റെ ചിന്താശകലങ്ങൾ, ഇവന്റെ ഏകാന്തതകളിലും വേദനകളിലും ഒക്കെ ഇവന്റെ ഒരു രീതി, ഇവന്റെ മാത്രമല്ല നമ്മളിൽ പലരുടെയും രീതിയാണത്. കാരണം നമ്മളുടെ ഏകാന്തതകളിൽ നമ്മളുടെ ഭാവിയെയും നമ്മളുടെ ഭൂതത്തെയും നമ്മളിൽ ആവേശിച്ചിരിക്കുന്ന കുറെ മനുഷ്യബന്ധങ്ങളെയും തനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആലോചിക്കാനും ആ ആലോചനയുടെ ലോകത്ത് തന്റെ വില്ലീസ് പട്ടം പടർത്തിയിടാനും ഇഷ്ടം പോലെ ആഗ്രഹിക്കുന്ന മനുഷ്യ മനസ്സുകളാണ് നമ്മളുടെ ഉള്ളിലെല്ലാം ഉള്ളത്. ആ ഇടത്തിലേക്കാണ് തന്റെ മനോഹരമായ രചനാശൈലി കൊണ്ട് പട്ടുനൂൽ പുഴു എന്നിട്ടുള്ള ആ കൃത്യമായ സങ്കല്പം കൊണ്ട്, കാരണം ഉള്ളിൽ അമരുമ്പോഴും വേദനകളുടെ കടും തുരുത്തുകളായിട്ട് ഓരോരുത്തരും മാറി മറിഞ്ഞു പോകുന്ന കഥയെഴുത്താണ്, അല്ലെങ്കിൽ കഥാപാത്രങ്ങളാണ് ഇതിൽ മുഴുവനും വിടർത്തിയിട്ടിരിക്കുന്നത്. സാംസയ്ക്കാണെങ്കിൽ സാംസ പറയുന്നുണ്ട് എന്തെന്ന്, എന്താ പറയാ, ചെറിയ ഒരാൾക്ക് ഒരു പേരിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പേര് അയാളുടെ അല്ലാതായി കഴിഞ്ഞു എന്ന്. കാരണം ഗ്രിഗർ സാംസ എന്നതിൽ നിന്ന് വെട്ടി സാംസ എന്നുള്ള പേരിടുന്ന നമ്മളുടെ ലൈബ്രറിയന്റെ മാർക്സ് സാറിന്റെ ജീവിത രീതികളെ ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. വീട്ടിൽ ഒരു വിധത്തിലും ഒരു റെക്കഗ്നീഷൻ കിട്ടാത്ത അദ്ദേഹത്തിന്റെ ആത്മാവിന് കിട്ടുന്ന സന്തോഷമാണ് ബുക്കുകളിലേക്ക് ചേർന്നിരിക്കുകയും ഇല്ലാത്തവരുടെയും ഉള്ളവരുടെയും പേരുകൾ എഴുതി ചേർത്ത് ആ ലൈബ്രറിയെ വലുതാക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ സന്തോഷമാണ്. അപ്പൊ നമ്മുടെ സന്തോഷങ്ങളെ എങ്ങനെ നമ്മൾക്ക് വന്നു ചേരപ്പെടാത്ത സന്തോഷങ്ങളെ വേറൊരു സന്തോഷത്തിലേക്ക് തിരിച്ചെത്തുമ്പോ ഒരു നാടിന്റെ മുഴുവൻ ഒരു പ്രത്യേകതയും ആ നാടിനെ മുഴുവൻ വായനയിലൂടെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിനോടൊപ്പം തന്നെ ആ ഭൂമികയിലെ പല കഥാപാത്രങ്ങളെയും ഇദ്ദേഹം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അവിടെ എന്താ പറയാ, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഒപ്പം തന്നെ പാപ്പുട്ടി എന്ന് പറയുന്ന ഭൂതകാലത്തിന്റെ പ്രേതാത്മാക്കളെയെല്ലാം വിശ്വസിക്കുന്നവരുണ്ട്. ഇങ്ങനെ ഏകാന്തതയെ ഒരു വശത്ത്, എന്താ പറയാ, സാഹിത്യ ലോകത്തിന്റെ നമ്മളുടെ ലൈബ്രറിയുടെയും വായനയുടെയും ലോകത്തിനെ പരിപോഷിപ്പിക്കുന്ന ഒരു ഭാഗം വേറൊരു വശത്ത്, ഇപ്പുറത്ത് നമ്മൾക്ക് വളരെ വിശാലമായ ക്യാൻവാസിൽ അദ്ദേഹം ഉതിർത്തിട്ടിരിക്കുന്നത് നമ്മുടെ ഭ്രാന്തിനെ തന്നെയാണ്. ആ ഭ്രാന്ത് എന്ന് പറയുമ്പോൾ ഈ ഭ്രാന്ത് ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തുണ്ടാവില്ല. ഏതിലെങ്കിലും എന്തിലെങ്കിലും എവിടെയെങ്കിലും മനസ്സിന്റെ ഉൾക്കോണുകളിൽ ഭ്രാന്തിനെ ഉൾച്ചേർന്നവന് മാത്രമാണ് അവന്റെ ചിന്താഗതികളെ പരിപോഷിപ്പിക്കാനും വളർത്താനും പറ്റുകയുള്ളൂ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്തിലെങ്കിലും ഒരു മനുഷ്യന് ഭ്രാന്ത് ഉണ്ടായിരിക്കണം. ആ ഭ്രാന്തുകളെ പല വിധത്തിൽ, അതായത് ഇതിലെ സ്റ്റീഫൻ എന്ന് പറയുന്ന സാംസയുടെ വളരെ ഇഷ്ടപ്പെട്ട കഥാപാത്രം നല്ലൊരു ഭ്രാന്തനാണ്. കാരണം അവൻ അറിയാം, അവന്റെ ഉള്ളിൽ ഭ്രാന്ത് വരുമ്പോൾ അവന്റെ ഭ്രാന്ത് പുറത്തേക്ക് വെളിച്ചപ്പെടുന്നത് അവനറിയാം. ആ വെളിച്ചപ്പെടുന്ന ഭ്രാന്തിനെ വലിച്ചെടുക്കുന്നത് ഒരു ഈന്തുമരമാണ്, അത് അചേതനമാണ്. ആ അചേതന വസ്തു പോലെയുള്ള ഒരു വസ്തുവെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും നമ്മളുടെ പൊട്ടിപ്പുറപ്പെടുന്ന ഭ്രാന്തിൽ നമ്മൾക്ക് കൈത്താങ്ങായിരുന്നെങ്കിൽ എന്ന് വായിക്കാത്തതും ചിന്തിക്കാത്തതുമായിട്ടുള്ള ഏതെങ്കിലും വായനക്കാരുണ്ടായിരിക്കോ? ഇല്ല. ആ ഈന്തുമരം ഭ്രാന്തിനെ മുഴുവനും വലിച്ചെടുക്കുമ്പോ വെയിലത്തും മഴയത്തും കിടന്ന് ഉണങ്ങുന്ന സ്റ്റീഫനെയാണ് അദ്ദേഹം വരച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ വളരെ അന്തസ്സുള്ള വേറൊരു കഥാപാത്രമുണ്ട്. രാവിലെ മിടുക്കനായിട്ട് പോയി കഴിഞ്ഞ് ഒരു സമയം എത്തുമ്പോൾ അവന്റെ ഭ്രാന്ത് വേറെ ഒരു സ്ഥലത്ത് പോയി പതുങ്ങിയിരിക്കുന്ന ഇടത്തേക്ക് പോകുന്നു. അതും ഒരു ഭ്രാന്തനാണ്. എന്നാൽ ഈ ഭ്രാന്തനെ സ്നേഹിക്കുന്ന ശ്യാമയാവട്ടെ, അവളുടെ വൈകല്യം കൊണ്ട് അവൾ ആലോചിക്കുന്നുണ്ട്, സ്റ്റീഫന് ഭ്രാന്തുള്ളത് കൊണ്ടാണ് എന്നെ സ്നേഹിക്കപ്പെട്ടത് എന്ന്. അപ്പൊ ആ പ്രണയത്തിൽ ഇദ്ദേഹത്തിന്റെ നമ്മളൊരു നോവലിൽ വളരെ കടുത്ത പ്രണയവും കടുത്ത മാനസിക വികാരങ്ങളും ഒക്കെ ഉണ്ടെങ്കിലേ ഈ നോവൽ വിജയിക്കപ്പെടുകയുള്ളൂ എന്നുള്ളതിന് ഒരു വളരെ എതിരുള്ള അഭിപ്രായത്തോടു കൂടി വിജയിച്ചു പോയ നോവലാണിത്. കാരണം ഇതിലെ പ്രണയവും ഇതിലെ വിരഹവും ഇതിലെ സങ്കടവും എല്ലാം നമ്മളുടെ ഉള്ളിൽ കടന്ന് നീറുന്ന
നമ്മളുടെ ഉള്ളിൽ കിടന്ന് വിഷമിച്ച് അതിനെ ചുരുക്കുകയും ഇടയ്ക്ക് അതിനെ വികസിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിൽ, അതായത് ഒരു ബലൂണിൽ കാറ്റ് അഴിച്ചു വിടുകയും നിറച്ചു കയറ്റുകയും ചെയ്യുന്ന പോലെയാണ് ഈ രതീഷിന്റെ ഈ നോവലിന്റെ പ്രതിപാദന രീതി. അതുകൊണ്ടാണ് ചില ഇടങ്ങളിൽ പുസ്തകം മടക്കി വെച്ച്, ഈ എസ് ഹരീഷിന്റെ നോവൽ മടക്കി വെച്ച് നമ്മളൊന്ന് ശ്വാസം അടക്കി പിടിച്ച് നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ വ്യഥകൾ ഇതിന്റെ ഉള്ളിൽ തിങ്ങി മറിയുന്നതായിട്ട് വരിക. കാരണം രാത്രി നേരത്ത് അച്ഛനെ കാണാതെ സാംസ അച്ഛനെ തെരഞ്ഞു പോകുമ്പോ ആ വഴിനീളെ അവൻ ചിന്തിക്കുന്ന ഒരു സംഭവമുണ്ട്. എത്രയാണെങ്കിലും ചാക്കിന്റെ മണം ഉണ്ടെങ്കിലും പച്ചരിയുടെ മണം ഉണ്ടെങ്കിലും മറ്റുള്ള കടക്കാർ വന്ന് ചീത്ത പറയുകയാണെങ്കിലും അച്ഛന്റെ മണം എന്റെ വീട്ടിൽ കയറി കഴിയുമ്പോ എനിക്ക് അവിടെ സ്വസ്ഥതയുണ്ട്. മേലെ അടുക്കി വെച്ചിട്ടുള്ള മരപ്പടികളിലൂടെ ഇഴഞ്ഞു കയറുന്ന പാമ്പ്, ആ പാമ്പിനെ കണ്ടാൽ പോലും പേടിക്കാതെ എന്റെ അച്ഛൻ അവിടെ ഉണ്ടല്ലോ എന്നുള്ള സ്വസ്ഥതയിൽ ഞാൻ ഉറങ്ങാറുണ്ടെന്ന് സാംസ കരുതാറുണ്ട്. അങ്ങനെ കരുതുന്ന, എപ്പോഴും പരാജയത്തിലേക്ക് പോകുന്ന ഒരു വിജയനെ, പരാജയത്തിന്റെ കൊടുമുടികളിലേക്ക് നീങ്ങി അപഹാസ്യനായി പോകുന്ന ഒരു അച്ഛനെ ചേർത്ത് പിടിക്കുന്ന ഒരു അച്ഛൻ മകൻ ബന്ധമാണ് ഇതിൽ അദ്ദേഹം കോറിയിട്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആനി സാംസയെ പറ്റി വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം കളിക്കാൻ പോവാത്ത ക്രിക്കറ്റ്, അതായത് സമയത്ത് ഗോളി എന്ന് പറഞ്ഞിട്ടൊരു വാക്ക് അതിലിട്ടിട്ടുണ്ട് ആ നോവലില്. എപ്പോഴാണ് അഥവാ എങ്ങാനും കളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഉടനെ തന്നെ ആ കളിക്കളത്തിൽ നിന്ന് മാറി സാംസയുടെ ലോകത്തെ കളിക്കളത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ 13 വയസ്സായൊരു ബാലനായ പയ്യന് എത്രയോ വയസ്സ് കൂടിയ ഒരു വ്യക്തിയുടെ മിതത്വവും, ഒപ്പം തന്നെ ആ മിതത്വത്തിൽ നിന്ന് ആ കുട്ടിക്ക് ആലോചിച്ചെടുക്കാം, ഇങ്ങനെയൊക്കെ ഒരു കുട്ടി ആലോചിച്ചെടുക്കുമോ എന്ന് നമ്മളെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ തന്റെ സ്നേഹങ്ങളും തന്റെ സങ്കടങ്ങളും ഒക്കെ സ്റ്റീഫന്റെ പെണ്ണിനോട് പറയുമ്പോ അവൻ ആഗ്രഹിക്കുന്നുണ്ട്, നടാഷയോട് എനിക്കൊന്ന് സംസാരിക്കാൻ തോന്നിയെങ്കിൽ എന്ന്. ഇതിൽ എഴുതിയിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു പ്രണയവാചകം കൂടിയാണത്. കാരണം എപ്പോഴൊക്കെ പ്രണയത്തിനെ മറ്റുള്ളവരിൽ അവൻ കാണുന്നോ അപ്പോഴെല്ലാം സാംസയുടെ മനസ്സ് നടാഷയിലേക്ക് ചെല്ലുന്നുണ്ട്. ഈ നടാഷയാണെങ്കിലും സാംസയാണെങ്കിലും ഈ രണ്ട് കഥാപാത്രങ്ങളും ഒന്ന് മരിച്ചുപോയതും ഒന്ന് ജീവനുള്ളതാണ് എന്നും നമ്മളെ അങ്ങ് മറപ്പിച്ചുകൊണ്ടാണ്, നമ്മളെ വിസ്മരിപ്പിച്ചുകൊണ്ടാണ് കഥാകൃത്ത് പിന്നെ കഥാപാത്രങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ കടുത്ത ദാരിദ്ര്യം, കടുത്ത ഏകാന്തത, തൊടുന്നതിലെല്ലാം പരാജയം, എവിടെയും സന്തോഷിക്കാനും മറ്റുള്ള കുട്ടികളെ പോലെ മറ്റുള്ള വ്യക്തികളെ പോലെ വളരെ ഗംഭീരമായിട്ട് ജീവിക്കുവാനുമുള്ള ഒരു പരിതസ്ഥിതികളും ഒന്നുമില്ലാത്ത ഇടത്തും ഇലു എന്ന് പറയുന്ന ഒരു പട്ടിക്കുട്ടിയെ ഒരു നല്ല കേന്ദ്ര കഥാപാത്രമായിട്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള രീതിയിലാണ് ആ കഥാപാത്രത്തിനെ ഞാൻ വായിച്ചു കണ്ടിരിക്കുന്നത്, ഞാൻ അവസാനം പറയാതെ. അപ്പൊ ആ കഥാപാത്രത്തിനെയും ഈന്തുമരത്തിനെയും അവിടെയുള്ള ചളിക്കെട്ടുകളെ വരെ, അതായത് അച്ഛന്റെ കാലഘട്ടത്തിൽ നിന്ന് മണ്ണ് ഏറ്റുപിടിച്ച് സഹോദരങ്ങളെല്ലാം ഇറപ്പിച്ചു കൊടുത്തിരിക്കുന്ന ആ വീടിരിക്കുന്ന ചളിത്തട്ടിന്റെ തൊട്ടപ്പുറത്താണ് ആനി താമസിച്ചിരുന്നത്. അപ്പൊ ആ ആനി നടാഷേനെ അടക്കം ചെയ്തിരിക്കുന്നത്. അപ്പൊ വളരെ വ്യത്യസ്തമായ ഒരു ഭൂമികയിൽ നിന്ന് ആനി ഇവിടെ വരുമ്പോ ആനിക്ക് ഈ കൃഷിസ്ഥലങ്ങൾ പോലും അപരിചിതമായി പോവുകയാണ്. കാരണം ചളി കോറിയിടുന്ന കൃഷിസ്ഥലത്ത് ഒന്നും വളച്ചു പൊന്തിക്കാൻ പറ്റുകയില്ല എന്ന് ആനിക്കറിയാം. പക്ഷെ എങ്ങനെയാണെങ്കിൽ കൂടി ഒരു നാൾ വിജയൻ ആദ്യത്തെ തുണി ബിസിനസ് കഴിഞ്ഞു, പിന്നെ കാർ ബിസിനസ് കഴിഞ്ഞു, ഇപ്പോ അരിയുടെ അരിയും സാധനങ്ങളും വിൽക്കുന്ന ബിസിനസ്സിലേക്കൊക്കെ എത്തുമ്പോഴും സംഭവം വളരെ അപജയത്തിൽ കൂടെ പോവുകയാണെങ്കിലും ആനി ആഗ്രഹിക്കുന്നുണ്ട്. ഒപ്പം ആനിക്കൊരു പേടിയും വരുന്നുണ്ട്. കാരണം ചുറ്റിലുമുള്ള സ്റ്റീഫനെ പോലുള്ള ഭ്രാന്തിന്റെ അസുഖങ്ങളുള്ള ആൾക്കാർ പലരും അവിടെ ഉള്ളപ്പോൾ ഈ സാംസയുടെ അതിഭീകരമായ മൗനങ്ങൾ, കാരണം സാംസയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടിയായിരുന്നു തൻ്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്ന തടുക്കിന്റെ പുറകിലിരുന്നിട്ട്. എനിക്ക് തോന്നുന്നു ഒരു വിധത്തിലുള്ള പണ്ടുകാലത്തെ വീടുകളിലെല്ലാം അങ്ങനത്തെ ഒരു തടുക്ക് ഉമ്മറക്കോലായിൽ ഇടാറുണ്ട്. അതിന്റെ പുറകിലിരിക്കുന്നത് ആരെന്ന് പുറത്തു നടക്കുന്നവർക്ക് അറിയില്ല. പക്ഷെ പുറകിലിരിക്കുന്ന ആൾക്ക് വളരെ വ്യക്തമായിട്ട് സിനിമയിൽ കാണുന്നത് പോലെ എല്ലാ സാഹചര്യങ്ങളും മനസ്സിലാക്കാം. അങ്ങനെ അത്ര സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് സാംസ ഓരോന്നിലേക്കും കയറി പോകുന്നത്. അപ്പൊ ആ
ആ വ്യക്തമായിട്ടുള്ള സാംസയുടെ ഓരോ അവൻ കണ്ടെടുക്കുന്ന ഓരോ ചിത്രങ്ങളെയും ഒരു സിനിമാസ്കോപ്പ് ചിത്രം പോലെയാണ് ഇദ്ദേഹം, വാഗ്മയ ചിത്രങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാവുന്ന രീതിയിലാണ് സാംസ കടന്നു പോകുന്ന വഴികളും മറ്റുള്ളവർ ചിന്തിച്ചു കയറുന്ന വഴികളും മറ്റുള്ളവർ ഇരിക്കുന്ന വഴികളും. കാരണം ഒരു രാത്രി സാംസയെ തേടിപ്പോകുന്ന, അച്ഛനെ തേടിപ്പോകുന്ന സാംസ കാണുന്നത് ഏതൊക്കെയോ ചാക്കിന്റെ ഇടയിൽ വളരെ അസ്വസ്ഥമായ രീതിയിൽ കിടന്നുറങ്ങുന്ന അച്ഛനെ കണ്ടപ്പോഴാണ് അവന് സമാധാനം വന്നത്. അതുപോലെ തന്നെ അച്ഛനൊരിക്കൽ അവന്റെ ക്ലാസ്സിലുള്ള മിറ എന്ന് പറയുന്ന കുട്ടിയുടെ വീട്ടിലേക്ക് പൈസക്ക് ചോദിക്കുന്നുണ്ട്. അപ്പൊ വളരെ അപമാനകരം, അതായത് ആ പൈസ ചോദിക്കാൻ വേണ്ടി പോകുമ്പോ സാംസ അവിടെ നിന്ന് ആ വീടിനെ പരിശോധിക്കുന്ന ഒരു ഭാഗമുണ്ട് ആ നോവലില്. കാരണം പണക്കാരുടെ വീട്ടുകാർക്ക് ചൂളി ഇരിക്കേണ്ട ആവശ്യമില്ല. അവരുടെ വീട് ഏതു നേരവും എപ്പോഴും വളരെ അറേഞ്ച്ഡ് ആയിട്ട് കിടക്കും. പക്ഷെ നമ്മളുടെയൊക്കെ വീടാണെങ്കിൽ ഒരു പുതിയ അതിഥി വരുമ്പോ കുറെ തുണികൾ അവിടുന്ന് മാറ്റണം, മറ്റേ തുണികൾ ഇവിടുന്ന് മാറ്റണം. അവിടെ ഇരിക്കുന്ന പട്ടിക്ക് പോലും നാണമാവും പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് വരുമ്പോ എന്ന്. അപ്പോ ആ ഒരു ഒബ്സർവേഷൻ ഒരു കുട്ടിയുടെ മനസ്സിലുള്ള കൃത്യമായ ഒരു തോന്നലാണത്. കാരണം തന്റെ സുഹൃത്തിന്റെ വീട്ടിൽ, ഇപ്പൊ പഠിക്കുന്ന ക്ലാസ്മേറ്റിന്റെ വീട്ടിൽ പോയി പൈസ മേടിക്കുന്നതോ അപമാനം. ആ അപമാനത്തിൽ നിന്ന് വീണ്ടും ഒരു അപമാനത്തിലേക്ക് കയറുമ്പോ പോലും അവൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നേയുള്ളൂ. മറിച്ച് തിരിച്ച് അച്ഛനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സാംസ തിരിച്ചു വീട്ടിലേക്ക് വരുന്നില്ല. അപ്പൊ ഈ സാഹചര്യങ്ങളിലെല്ലാം മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴും ആനിയുടെ മനസ്സിലെ ഒരു വളരെ വിഷമകരമായ ഒരു വികാരത്തിനെയും അതിൽ വിടർത്തിയിടുന്നുണ്ട്. കാരണം തീർത്തും മൗനിയായി പോകുന്ന സാംസയ്ക്ക് ഞാൻ ഈന്തുമരത്തിന്റെ പൊടി കുറുക്കി കൊടുത്തത് കൊണ്ടായിരിക്കുമോ ഇവൻ മന്ദനായത്? അതോ ഇവൻ ആരോടെങ്കിലും കൂടുതൽ സംസാരിക്കുന്നുണ്ടോ? അതോ ഇവൻ എന്നോട് മാത്രം സംസാരിക്കാത്തതാണോ? അതോ ഇവന്റെ രീതികളും ചെയ്തികളും ഇതേപോലെ വളരെ സൈലന്റ് ആയിട്ട് മുമ്പിലേക്ക് പോവുകയാണോ? എന്താണ് ആനിക്ക് ഈ കഥാപാത്രത്തിൽ നിന്നും മകനിൽ നിന്നും കൃത്യമായിട്ട് ഒരു കൃത്യമായൊരു പാതയിലേക്ക് എത്താൻ പറ്റുകയില്ല എന്ന് മാത്രമല്ല, ആനി അവിടെ വളരെയധികം അസ്വസ്ഥപ്പെടുന്നുണ്ട്. കാരണം എന്റെ തെറ്റിലാണോ ഞാൻ ഇത് ചെയ്യപ്പെട്ടത്, എന്നിലാണോ ഇതിന്റെ കുറ്റം? ഈ കുറ്റബോധങ്ങളെല്ലാം നടക്കുമ്പോൾ ഈ ചുറ്റുപാടുകളൊക്കെ നമ്മളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അപ്പുറത്ത് ചായക്കടക്കാരൻ ചെറിയ ചായ, കുട്ടികൾക്ക് ചെറിയ ചായയും വലിയവർക്ക് വലിയ ചായയും കൊടുക്കുന്നുണ്ട്. ഇപ്പുറത്ത് സൈക്കിളുകാരൻ സൈക്കിൾ കൊടുക്കുന്നുണ്ട്, കടക്കാരൻ പൈസ കൊടുക്കുന്നുണ്ട്. സാഹചര്യങ്ങൾ വലുതായി പോയി അപ്പുറത്ത് അറക്കുന്ന ആടിന്റെ ഗോരോചനം കാണാൻ ഓരോ ദിവസങ്ങളിലും ആൾക്കാര് അതിനെ പുല്ലിട്ട് കൊടുക്കുന്നതും അതിൽ നിന്ന് ഗോരോചനം എടുക്കുന്നതും കാണാൻ വേണ്ടി അക്ഷമരായിരിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടെയൊക്കെ ഈ കഥാപാത്രം ഭൂതകാലങ്ങളിലേക്കും ഭാവിയില്ല വർത്തമാനകാലത്തിലേക്കും ഭൂതകാലത്തിലേക്കും തിരിച്ചും മറിച്ചും ഈ കഥാപാത്രങ്ങൾ ഓരോന്നായി വിജയനപ്പുറത്തേക്കും വിജയന്റെ സാമ്പത്തിക ബാധ്യതകൾ വീട്ടുകാരെ ഏറ്റെടുക്കുന്നതിലേക്കും തന്റെ ഭർത്താവ് ഒരു രീതിയിലും തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നോട് പ്രണയം പറഞ്ഞ എങ്കിൽ എനിക്കൊരു മകൻ ഉണ്ടായപ്പോൾ ആ മകനെ കാണാതിരിക്കാൻ വേണ്ടി മാക്സിമം അകലം പാലിച്ച, അതായത് വിജയൻ എന്ന കഥാപാത്രത്തിന് കൃത്യമായിട്ട് ആനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതെന്തുകൊണ്ട് ഇങ്ങനെ, എന്താണ് ഇങ്ങനെ വരാനുള്ള കാരണം? അത് പണ്ട് തനിക്ക് അസുഖം വന്ന് താൻ ഭൂമിയിൽ നിന്ന് പുറത്തോട്ട് ഭൂമിയുടെ അടിയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം വന്നപ്പോ അന്ന് ആനി അമ്മയോട് പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് കെടുക്കാൻ പറ്റില്ല എന്ന്. ആ ഒറ്റയ്ക്ക് കെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ ഏരിയയിലാണ് ഈ ദാമുവിന്റെ പെങ്ങളായിട്ടുള്ള നടാഷേനെ കൊണ്ട് ആ സ്ഥലത്താണ് ഇപ്പൊ നടാഷ കെടുക്കുന്നത്. അപ്പൊ ആനിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക ഭൂമികയിലാണ് ആനി വന്നു പെട്ടിരിക്കുന്നത്. കാരണം ആനി ജനിച്ചു വളർന്നതോ വളർന്നു ശീലിച്ചതോ ആയിട്ടുള്ള ഭാഗത്തിലല്ല. എങ്കിലും വിജയന്റെ അടുത്തുനിന്ന് വളരെ നല്ലൊരു ജീവിതം പ്രതീക്ഷിച്ചെങ്കിലും ഉള്ള ജീവിതത്തിൽ, അതായത് ഭ്രാന്തനായ സ്റ്റീഫൻ മേടിച്ചു കൊണ്ടുവരുന്ന പരൽമീനിനെ മപ്പാസ് കറി വെച്ചിട്ട് ഊണ് കഴിപ്പിച്ച് കുട്ടികൾക്ക് കൊടുക്കുന്ന ആ കുഞ്ഞു സന്തോഷത്തിലും സന്തോഷം കണ്ടെത്തുന്ന ആനിയിലേക്ക് വീണ്ടും പ്രശ്നങ്ങളോട് അടുക്കുന്ന വിജയനെ കാണുമ്പോ ആനിയും പരിഭ്രമിക്കുന്നുണ്ട്, ഒപ്പം സാംസയും പരിഭ്രമിക്കുന്നുണ്ട്. കാരണം ജീവിതത്തിന്റെ പിടി എവിടേക്കോ വിട്ടു പോകുമ്പോഴൊക്കെ തന്നെ അവൻ നടാഷയോട് സംസാരിക്കുന്നുണ്ട്. കാരണം അവന് നടാഷയോട് സംസാരിക്കണം എന്നുള്ള ആഗ്രഹം വരുത്തുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ മാർക്ക് സാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ദ്വിവ്യക്തിത്വത്തിനെ കൂടി ഇതിലേക്ക് കാണിപ്പിക്കുന്നുണ്ട്. കാരണം നമ്മളിൽ എല്ലാവർക്കും
നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സന്തോഷത്തിനെ വളരെ ഗൂഢമായി കൊണ്ട് ആനന്ദിക്കുന്ന ഒരു മനോവികാരം ഒട്ടുമിക്ക മനുഷ്യരിലുമുണ്ട്. ആ വികാരം തന്നെയാണ് മാർക്സ് സാറ് വെട്ടിപ്പൊളിക്കുന്ന കാറുകളും മറ്റു പല സാധനങ്ങളും വെട്ടിപ്പൊളിച്ച് അതിൽ ആ സ്റ്റിയറിംഗ് എത്ര ആൾക്കാർ പിടിച്ചിട്ടുണ്ടാവാം, ആ വണ്ടി എത്ര പേര് ഓടിച്ചിട്ടുണ്ടാവാം, അതിൽ എത്ര പേര് യാത്ര ചെയ്തിട്ടുണ്ടാവാം, എന്തൊക്കെ അപകടങ്ങൾ പറ്റിയിട്ടുണ്ടാവാം. ഇതൊക്കെ മനസ്സിന്റെ അഭിരമിക്കലാണ്, മനസ്സിന്റെ തോന്നലുകളാണ്. അപ്പോ ഈ നോവൽ ബലമായിട്ടും ദൃഢമായിട്ടും രേഖപ്പെടുത്തുന്നത് തോന്നലുകളെയാണോ എന്ന് നമുക്ക് ചിന്തിക്കാം. തോന്നലുകളെ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഓരോ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളില് വളരെ ഗൂഢമായി പുറത്തെടുത്ത് എഴുത്തക്ഷരങ്ങളിലേക്ക് നീക്കി അതിനെ ഒരു അനുവാചകന്റെ ഹൃദയത്തിലേക്ക് ആവേശിപ്പിക്കാൻ പറ്റുന്ന വളരെ കൃത്യതയും സൂക്ഷ്മതയും സ്പഷ്ടതയുമുള്ള ഭാഷ. അതാണ് ഹരീഷിന്റെ പട്ടുനൂൽ പുഴു എന്ന നോവലിൽ എന്നെ ആവേശിപ്പിച്ചതും എന്നെ ആകർഷിച്ചതും. കാരണം അദ്ദേഹം ഇവിടെ വിടർത്തിയിട്ടിരിക്കുന്ന കഥാപാത്രങ്ങളുടെ ഭാവവാഹാദികളെയും അവർ ആവേശിച്ചിരിക്കുന്ന വികാരങ്ങളെയും വികാര വിജൃംഭങ്ങളെയും അല്ലെങ്കിൽ അവരുടെ വിഷമങ്ങളെയും ഭാഷയിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ ചെറിയ സാധന പോരാ. അദ്ദേഹത്തിന്റെ 1917 ആണെങ്കിലും മീശയാണെങ്കിലും അതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു രചനാശൈലിയിലൂടെ കടന്നുപോയത് കൊണ്ടാണ് ഈ പട്ടുനൂൽ പുഴു ഇത്ര അധികം ആഘോഷിക്കപ്പെട്ടത്. അതല്ലെങ്കിൽ ഇത്ര അധികം മനുഷ്യ മനസ്സിന്റെ ഉള്ളിലേക്ക് ആവേശിക്കപ്പെട്ടത് അതിന്റെ രചനാ തന്ത്രം തന്നെയാണ്. അതിനെ തന്ത്രപരമായിട്ട് അദ്ദേഹം നീങ്ങി എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വളരെ സ്വതസിദ്ധമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ജീവിത ആഘോഷങ്ങളിലേക്കൂടെയും കടന്നു പോകുന്ന ഒരു വ്യക്തി ആയിരിക്കാം. ഒരിക്കലും ഒരു സന്യാസത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഏകാന്തതയിലേക്കോ പോകുന്ന ഒരു എഴുത്തുകാരനാണ് ഹരീഷ്. എനിക്ക് പേഴ്സണലി അറിയില്ലെങ്കിലും അല്ല എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു വ്യക്തി വേറിട്ടൊരു പ്രതലത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളിൽ പോകുന്ന ഈ നടാശയിലും ഈ ആനിയിലും ഈ വിജയനിലും ഒക്കെ നമ്മളുടെ അംശങ്ങളെ പരത്തി വെച്ചുകൊണ്ട് ആ നോവലിന്റെ എല്ലാ തലത്തിലേക്കും കടന്ന് മെല്ലെ കയറി നോവലിസ്റ്റ് പിന്നിലേക്ക് വരുവാണ്. നമ്മുടെ മുന്നിൽ നടാശയുണ്ട്, നമ്മുടെ മുന്നിൽ മാർക്സ് സാറുണ്ട്, നമ്മുടെ മുന്നിൽ എന്താ പറയാ കടം കൊടുക്കുന്ന മോഹനനുണ്ട്, വിജയന്റെ വീട്ടുകാരുണ്ട്. ഇതിൽ ഏറ്റവും രസം, ഏതൊരു കുടുംബത്തിലും ഒരു മനുഷ്യൻ താന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ മറ്റുള്ള സാമ്പത്തികമായിട്ട് പൊങ്ങിയിരിക്കുന്ന ആൾക്കാരുടെ വികാര ഗതികള്. കാരണം അവരുടെ മുന്നിൽ എല്ലാം നശിച്ചു, താൻ കൈപിടിച്ചു വന്ന ഭാര്യയെയോ തന്റെ മകനെയോ തനിക്ക് ഒട്ടുമേ നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്നില്ല. കാരണം അവിടെ ഒരു വലിയൊരു സങ്കടമുള്ള ഒരു സീനുണ്ട്. കാരണം സാംസ അച്ഛനെ സഹായിക്കാൻ വേണ്ടി കടയിൽ വരുമ്പോ അവിടെ കുറച്ച് കടക്കാരൊക്കെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ അയാൾ കുറച്ച് പൈസ എടുത്തിട്ട് പറയുന്നുണ്ട്, നീ പോയിട്ട് ഒരു ചായ കുടിച്ചിട്ട് പോവാന്ന്. ആ ചായ കുടിച്ച് അല്ലെങ്കിൽ ആ ജ്യൂസ് കിട്ടാൻ ആ കടക്കാരൻ പോലും ഈ കുട്ടിയെ മാനസികമായിട്ട് വളരെ നെഗറ്റീവായിട്ട്, അതായത് ചോദിച്ചതൊന്നും കേൾക്കാതെ, അപ്പോഴും ആ അച്ഛന്റെ ഉള്ളിലുമുണ്ട് എന്ത്, തന്റെ കടങ്ങളും തന്റെ ബാധ്യതകളുമെല്ലാം തന്റെ മകൻ കണ്ടറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അച്ഛന്റെ ചൂളൽ. അത് വിജയന് മാത്രമല്ല ചൂളുന്നത്, അത് വായിക്കുന്ന നമ്മളിൽ ഒരച്ഛൻ ഉണ്ടെങ്കിൽ നമ്മളുടെ ആ അച്ഛനും ചൂളിപ്പോവും. അങ്ങനത്തെ ഒരു ക്ലൈമാക്സിലാണ് നമ്മളുടെ വിജയൻ തിരിച്ച് വീട്ടിലേക്ക് വരികയും ആ വീട്ടിൽ വരുന്ന സമയത്ത് ഈ കടക്കാരൻ വന്ന് വളരെ മോശമായ രീതിയിൽ പ്രതികരിക്കുകയും സാംസയെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞ് അയാൾ ആ മതിലെടുത്ത് ചാടിപ്പോകുമ്പോ അന്ന് ആനിയുടെ മനസ്സിൽ ആ വിജയൻ എന്ന കഥാപാത്രം ചീര നടുമ്പോൾ നീ വരുന്നോ എന്ന് ചോദിക്കുന്ന പ്രണയാർദ്രമായ കണ്ണുകളുള്ള വിജയനെ മാറി ആനിയുടെ ഉള്ളിൽ നിന്ന് വിജയൻ മെല്ലെ ഇറങ്ങിപ്പോകുന്ന, പരാജയത്തിന്റെ ഓട്ടത്തിലേക്ക് ഓടിപ്പോകുന്ന വിജയൻ ആനിയുടെ ഉള്ളിൽ നിന്നും മെല്ലെ ഇറങ്ങിപ്പോകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം അവിടെ നിലനിർത്തുന്നതാണ് ആ നോവലിന്റെ ഒരു ഭാഗത്തെ ക്ലൈമാക്സ്. അത് കഴിഞ്ഞ്, അതായത് ഒരിക്കലും ഇവിടുത്തെ ദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന കടക്കാരനായിക്കോട്ടെ, ആ സൈക്കിളിന്റെ ഓണർ ആയിക്കോട്ടെ, ഇവരിലെല്ലാം ഒരു നന്മേനെ കൂടി അദ്ദേഹം ആവേശിപ്പിച്ചിട്ടുണ്ട്. കാരണം ആ മകന്റെ മുന്നിൽ വെച്ച് അത് ചെയ്തത് തെറ്റാണെന്നും ഒരു പക്ഷെ അതിന്റെ പിറ്റേന്ന് ഇലുപ്പട്ടി
തൂങ്ങി മരിക്കുമ്പോ അവിടെ കൃത്യമായിട്ടുള്ള ഒരു ബോധ്യമുണ്ട്. ഒരു മൃഗത്തിന് പോലും അത് കണ്ടു നിൽക്കാൻ പറ്റാതെ അവൻ ആത്മഹത്യ ചെയ്തു എന്നുള്ള ഒരു ചെറിയ രീതിയിൽ പോലുള്ള ഒരു ചിന്താഗതി പോലും, കാരണം മനുഷ്യരിൽ നിന്ന് വേറിട്ടൊരു ചിന്തയിലേക്ക് മൃഗത്തിന് പോലും എത്താൻ പറ്റുന്നുണ്ട്. ഇല്ലാത്തതിന്റെ പേരിൽ അടിച്ചമർത്തി, കാര്യം ശരിയാണ്, ആവശ്യത്തിന് കൊടുത്ത കടം അത് തിരിച്ചു കിട്ടാതിരുന്നാൽ ഏതൊരു വ്യക്തിക്കും വരുന്ന ദേഷ്യം, പക്ഷെ അത് നിസ്സഹായായ ഒരു ഭാര്യയുടെയും മകന്റെയും മുന്നിൽ വെച്ച് ഏതറ്റം വരെ പോകാൻ പറ്റുമെന്ന് അയാളെ ബോധ്യപ്പെടുത്തുക കൂടി ചെയ്തിട്ടുണ്ട് നോവലിസ്റ്റ്. അവിടെ വെച്ചിട്ടാണ് മാർക്സ് സാറിന്റെ മരണത്തോടുകൂടി ലൈബ്രറിയനായിട്ട് കുറച്ച് കാലഘട്ടത്തിലേക്ക് അദ്ദേഹത്തിനെ ഏറ്റെടുക്കുന്നത്. അദ്ദേഹം ആ ലൈബ്രറിയൻ ആ കുട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. അവിടെയും മാർക്സ് സാറിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു രീതികളുണ്ട്. പല ആൾക്കാരെയും പേരെഴുതി ചേർത്ത് ഗ്രാൻഡ് കൂട്ടുകയും അങ്ങനെ ലൈബ്രറി വലുതാക്കുകയും ചെയ്തപ്പോൾ ജീവനില്ലാത്ത നടാഷയ്ക്ക് ഒരു ക്രമ നമ്പർ കൊടുത്തിട്ട് നമ്മളുടെ അവന്റെ കൂടെ ഇല്ലെങ്കിലും അവന്റെ പുസ്തകത്താളുകളിലേക്ക് നടാഷയെ അവൻ എഴുതി ചേർക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലെല്ലാം തന്നെ ഈ കഥാപാത്രങ്ങൾ ഇങ്ങനെ പല രീതികളിൽ വളരുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ സാംസ പറയുന്ന ഒരു വാചകമുണ്ട്. ലൈബ്രറി ചെയറിൽ ഇരിക്കുമ്പോഴാണ് എന്താവുന്നത്, ലൈബ്രറിയൻ ആവുന്നത്. അതിൽ നിന്ന് മാറി നിന്ന് നോക്കുമ്പോൾ എന്താവുന്നില്ല, ഞാനൊരു വ്യക്തി മാത്രമാണ്. എനിക്ക് സ്റ്റീഫനെയായിട്ട് സംസാരിക്കാം, എനിക്ക് മറ്റുള്ളവരെയായിട്ട് സംസാരിക്കാം, മറ്റുള്ള ആൾക്കാരെയായിട്ട് സംസാരിക്കാം. എവിടെയും പുസ്തകത്താളിന്റെ അടക്കി വെച്ച പുസ്തകങ്ങളുടെ ഇടയിൽ കൂടെ സൂക്ഷ്മമായിട്ട് മറ്റുള്ളവരെയും മറ്റു ബുക്കുകളെയും നിരീക്ഷിച്ചുകൊണ്ട് മെല്ലെ നീങ്ങുന്ന സംശയിൽ നമ്മളുടെ യൗവനവും നമ്മളുടെ ബാല്യകൗമാരങ്ങളും വളരെ സൂക്ഷ്മമായിട്ട് ഹരീഷിന് വരച്ചിടാൻ പറ്റിയിട്ടുണ്ട്. കാരണം നമ്മൾ മനസ്സുകൊണ്ട് വിഷമിക്കുന്ന ഓരോരോ സന്ദർഭങ്ങളെയും ബാല്യകൗമാരങ്ങളിൽ നമ്മൾ നീറിപ്പോയ ചില ഇടങ്ങളിൽ നമ്മൾ മധുര അടയുടെ നടുഭാഗം ഇരുന്ന് കഴിച്ച് ആ മധുരത്തിൽ അമർന്നിരുന്ന ചില ഇടങ്ങളെ, അതല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ അപഹസിക്കപ്പെട്ടപ്പോൾ നിസ്സഹായതയോടുകൂടിയും ചിലയിടങ്ങളിൽ നിസ്സംഗതയോടുകൂടിയും നിന്ന ചിലയിടങ്ങളെ, ആ ഇടങ്ങളെയെല്ലാം കൃത്യമായി കഥാപാത്രങ്ങളിലൂടെ വരച്ചിടാനും അതിനെ കൃത്യമായി നമ്മളുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കാനും ഭാഷ കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലുള്ള എഴുത്ത് ശൈലിയിലേക്ക് ഈ കഥയുടെ അന്ത്യഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും ആനി വളരെയധികം സങ്കടത്തോടു കൂടി, കാരണം വിജയന്റെ ഓട്ടത്തോടു കൂടിയും ഇലുപ്പട്ടിയുടെ മരണത്തോടു കൂടിയും ഇനി എന്ത് എന്നുള്ള ഒരു വളരെ നിസ്സഹായമായ ഒരു അവസ്ഥയിലാണ്. ആ നിസ്സഹായമായ അവസ്ഥകളെ ഒക്കെ മറികടക്കുന്നത് സാംസയുടെ ഉള്ളിലെ ശക്തി എന്ന് പറയുന്ന നടാശയിലൂടെയാണ്. പക്ഷെ ഇവിടുത്തെ മരണങ്ങളും വളരെ പ്രത്യേകതയുള്ളതാണ്. കാരണം കുറെ കാലം ഭ്രാന്തുണ്ടെങ്കിലും ഭ്രാന്തില്ലാത്ത കാലത്ത് ഏറ്റവും സുന്ദരനായി നടക്കുന്ന സ്റ്റീഫന്റെ മരണം വളരെ പെട്ടെന്നാണ്. അരിച്ചാക്കുകളുടെ ഇടയിൽ കൂടി സ്റ്റീഫൻ വളരെ ഭംഗിയിൽ മരിച്ചു കിടക്കുകയാണ് ചെയ്തത്. മാർക്സ് സാറ് അദ്ദേഹം സാംസ എത്തിച്ചു നോക്കുന്നുണ്ട്. മരണത്തിൽ ഈ കാറ് വെട്ടിപ്പൊളിച്ച പോലെയൊന്നും മാർക്സ് സാറിനെ പൊളിപ്പിക്കേണ്ടി വന്നില്ല. അപ്പൊ അയാളുടെ ഉള്ളിലുള്ള ഗൂഢമായ ഒരു അനുഭൂതി, ഏറ്റവും ഇഷ്ടപ്പെട്ട വളരെ വില കൂടിയ കാറുകളെ വെട്ടിപ്പൊളിച്ച് അത് കണ്ട് ആനന്ദിക്കുന്ന അങ്ങനെയുള്ള ഒരു മനസ്സിനെ നമ്മളൊരു നോവൽ വായിക്കുമ്പോൾ, ഇങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക് നീങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മൾ തിരിച്ചാലോചിക്കും, നമ്മൾക്കും ഉണ്ടായിരുന്നില്ലേ ചില നിഗൂഢമായ ആനന്ദങ്ങൾ. അത് കാറ് വെട്ടിപ്പൊളിക്കലായിരിക്കില്ല, നമ്മൾ വേറൊരാളോട് പറഞ്ഞതായിരിക്കില്ല, നമ്മൾ സ്വയം മനസ്സും നമ്മളും തമ്മിൽ ഞാനെന്ന വേറൊരു വ്യക്തിയും സാംസയും വേറൊരാളും, അപ്പൊ ഒന്നിൽ നിന്ന് ഒന്നല്ല ഒന്നും കൂടി എന്ന് പറയുന്ന ഒരു സംവേദനം, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു സംസാര രീതികളിൽ കൂടിയാണ് കഥാപാത്രങ്ങളെ കോർത്തിണക്കി ഇദ്ദേഹം കൊണ്ടുപോയിരിക്കുന്നത്. ഈ ആനി എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചപ്പാട്, ആനിയുടെ വയ്യാത്ത കാലഘട്ടത്തിൽ ആനി സ്ഥിരമായ ഒരു ആൺകുട്ടിയോട് സംസാരിച്ചിരുന്നതും ആ സംസാരിച്ചിരുന്ന ആൺകുട്ടിയിലേക്ക് സാംസയുടെ മുഖം കടന്നു വരുന്നതും
അത് വലിയൊരു കാഴ്ചപ്പാടാണ് ഈ നോവലിന്റെ. കാരണം സാംസയിലേക്ക് മകനിലേക്ക്, അതായത് തന്റെ വയ്യായികകൾ, താൻ ആനി തീരെ വയ്യാതെ ആയിരുന്ന കാലഘട്ടത്തിൽ, എഴുന്നേക്കാനോ നടക്കാനോ പറ്റാത്തൊരു കാലഘട്ടത്തിൽ ആനിയിലും ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയോട് നിരന്തരം സംസാരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയങ്ങൾ വിനിമയം ചെയ്തും, ഒരു സ്ഥലത്തേക്ക് വിനിമയം ചെയ്യപ്പെടുന്നുള്ളൂ എങ്കിലും മറ്റാളുടെയും കൂടി ഇയാൾ ചിന്തിക്കുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു അങ്ങനത്തെ ഒരു വ്യക്തി, അതിന്റെ മുഖത്തിന്റെ ഛായ ആനിയിലാണോ സാംസയിലാണോ ആനി കണ്ടെത്തിയത് എന്ന് പറയുന്ന ഒരു എൻഡിങ്, ഒരു നോവലിന്റെ ഒരു എൻഡിങ്. ആ എൻഡിങ് മാത്രമല്ല, അവിടെ അത് കഴിഞ്ഞിട്ട് അതിലൊരു വാചകം പറയുന്നുണ്ട്, ഓടിപ്പോയ വിജയൻ എവിടേക്ക് ഓടിപ്പോയി എന്നറിയില്ല. ഒരു മനുഷ്യൻ മരിച്ചു പോയാൽ നമ്മൾക്ക് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു എന്ന് പറയാം. പക്ഷെ ഒരു മനുഷ്യൻ കാണാതായി പോയാൽ ഓരോ ദിനരാത്രങ്ങളും ആ പ്രിയപ്പെട്ട മനുഷ്യന്റെ തിരിച്ചുവരവിനെ ആലോചിച്ചുകൊണ്ടും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും നമ്മൾ ദിവസം തള്ളി നീക്കേണ്ടതുണ്ട്. അപ്പൊ ഈ പട്ടുനൂൽപ്പുഴു എന്ന് പറയുന്ന ഈ നോവലിലെ മൊത്തം കഥാപാത്രങ്ങളിലേക്കും അതിൽ അചേതനമായിരിക്കുന്ന ഗോരോചനം, ഈ ഗോരോചനം കാണാൻ വേണ്ടി മാത്രം ജനങ്ങൾ എത്രയോ ദിവസം ആ മൃഗത്തിന്റെ മരണം, ആ മൃഗത്തിന്റെ ബലി കണ്ട് അതിൽ നിന്ന് എടുത്തു വെക്കുന്ന ഗോരോചനത്തിന്റെ മഹിമ, ആ ഗോരോചനം പോലും അതിലൊരു കഥാപാത്രമായിട്ടാണ് ഇദ്ദേഹം എടുത്തിരിക്കുന്നത്. അപ്പൊ ഈ നോവലിലെ മൊത്തം കഥാപാത്രങ്ങളിലേക്കും നമ്മൾക്ക് ഇഴകീറി പരിശോധിച്ച് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഏകാന്തതയെ നമ്മൾ സ്നേഹിക്കും. ഇതിന്റെ ഏകാന്തത മാത്രമല്ല, ഇതിന്റെ ഭൂതകാലത്തിന്റെ വിവരണങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ഭൂതകാലത്തിൽ നിന്ന് നമ്മളെ പോലത്തെ ഓരോ വ്യക്തികളെയും, അത് എഞ്ചിനീയർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, കഥാകൃത്തായിക്കോട്ടെ, വെറും ഒരു ടീച്ചർ ആയിക്കോട്ടെ, ഇതിൽ കിടക്കുന്ന ആനിയിലേക്കും വിജയനിലേക്കും സാംസയിലേക്കും അതല്ലെങ്കിൽ മാർക്സാറിലേക്കും ഇടയ്ക്കിടയ്ക്ക് പരകായ പ്രവേശങ്ങൾ നടത്തി തിരിച്ച് നമ്മുടെ റൂമിലേക്ക് വരും, വീണ്ടും തിരിച്ചു പുറത്തേക്ക് ഇറങ്ങിപ്പോവും. അങ്ങനെ തിരിച്ചും പുറത്തേക്കും അകത്തേക്കും ഇറങ്ങി വരുന്ന സമയത്ത് നോവലിന്റെ അന്ത്യം എത്തുമ്പോഴേക്കും ആനിയുടെ കടുത്ത മാനസിക പ്രയാസങ്ങളും സാംസ എന്ന് പറയുന്ന കൊച്ചു പയ്യന്റെ അവന്റെ മനസ്സിലുള്ള വിചാരങ്ങളുടെ എല്ലാ വിസ്ഫോടനങ്ങളും എല്ലാം കൂടെ സത്യത്തിൽ ഈ നോവൽ വായിച്ച് അടച്ച് കയ്യിൽ വെക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ തികട്ടി വരുന്ന, നമ്മുടെ ഉള്ളിൽ നിരന്തരം പൊന്തി വരുന്ന ഒരു ശൂന്യത എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിലെ ഓരോ സമയങ്ങളും നമ്മളും കൂടെ അനുഭവിച്ച് തീർത്തിട്ടാണ് ഈ കഥാലോകത്തിലേക്ക് നമ്മൾ മുന്നിലേക്ക് പോയത്. നമ്മളുടെ വീട്ടിന്റെ, അത് ഏത് കാലഘട്ടത്തിലുള്ള വീടോ ഏത് കാലഘട്ടത്തിലുള്ള സാംസ്കാരികമോ അല്ലെങ്കിൽ സാമ്പത്തികമായ ഏത് ഉന്നതിയിലാണെങ്കിൽ പോലും ഒരു മനുഷ്യന്റെ ഉള്ളിൽ ആരും തൊടാത്ത, ആർക്കും കടന്നു കയറാൻ പറ്റാത്ത, അവനവനു മാത്രം സംവദിക്കാൻ കഴിയുന്ന ഒരിടമുണ്ട്. ആ ഒരിടത്തിലാണ് പട്ടുനൂൽപ്പുഴുവിന്റെ വേദനകളും അമരലുകളും സഹനങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഓരോ കഥാപാത്രത്തിലും ഒരു പട്ടുനൂൽപ്പുഴുവിന്റെ സങ്കടങ്ങൾ ഉൾച്ചേർത്തുകൊണ്ട് ഇദ്ദേഹം ഈ നോവൽ എഴുതി തീർത്തത്. നടാഷയും ഗ്രിഗർ സാംസയും എല്ലാം നമ്മളുടെ ആ മാജിക്കൽ റിയലിസത്തിലേക്ക്, അതായത് വിജയൻ എന്ന കഥാപാത്രം ഇനിയും പൊങ്ങി വരുമോ, അതല്ലെങ്കിൽ വിജയൻ ഇനിയും വേറൊരു ബിസിനസ് നടത്തിയിട്ട് ഇവരുടെ ഉള്ളിലേക്ക് തിരിച്ചു വരുമോ, ഇതൊന്നുമില്ല. കാരണം തിരിഞ്ഞു നോക്കാതെയാണ് വിജയൻ ഓടിപ്പോയിരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ഈ നോവലിന്റെ എല്ലാ രീതിയിൽ, ഹേമ നിർത്താറായ പറയണട്ടോ, ഹേമ എത്ര സമയം കൂടി ഉണ്ട്? ഇനി ഒരു 5 മിനിറ്റും കൂടെ പറയാം അല്ലേ? 5. ഓക്കെ. ഈ നോവലിന്റെ അതായത് ഇതിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ എടുക്കുമ്പോഴും ഇതിനെ സാധാരണക്കാരൻ്റെതായ ഭാഷയോടുകൂടിയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും സാധാരണയിൽ നിന്ന് സാധാരണയിലേക്ക് ഒരു അനുവാചകന്റെ ഉള്ളിലേക്ക് കയറി കൂടാനുള്ള തന്ത്രത, അത് ആ ഒരു മികവാണ് ഇതിലെ കഥാപാത്രങ്ങളുടെ. നമ്മുടെ ഉള്ളിൽ സാംസയാണെങ്കിലും നടാഷിയാണെങ്കിലും സ്റ്റീഫൻ ആണെങ്കിലും അതല്ലെങ്കിൽ ഈന്തുമരമാണെങ്കിലും ഭ്രാന്ത് വലിച്ചെടുക്കുന്ന ഈന്തുമരമാണെങ്കിലും മണ്ണ് ഏറ്റിക്കെട്ടാൻ വേണ്ടി ഉപയോഗിച്ച ചളിക്കട്ടകളും ആ വീടിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന ആ തേക്കാത്ത തറയാണെങ്കിലും എല്ലായിടവും ഇവൻ ഒളിച്ചിരിക്കുന്ന, ഇവന്റെ പഴയ തറവാടെന്ന് പറയുന്ന ഒരു സ്ഥലത്ത്
മധുര അട തിന്നിട്ട് ഒളിച്ചിരിക്കുന്ന കുഞ്ഞു സങ്കേതമാണെങ്കിലും ഒക്കെ, ഇവൻ കളിക്കാത്ത കളിക്കാത്ത സമയത്ത് ഗോളി ആയി നിൽക്കുന്ന കളി ഗ്രൗണ്ട് ആണെങ്കിലും ഒക്കെ, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ കൃത്യമായ വാഗ്മയ ചിത്രങ്ങളാക്കാൻ അദ്ദേഹത്തിന് പറ്റിയത് അദ്ദേഹത്തിന്റെ ഭാഷാ നിപുണത തന്നെയാണ്. ഭാഷാ നിപുണത എന്ന് ഉദ്ദേശിച്ചത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച രീതിയിലുള്ള അദ്ദേഹത്തിന്റെ എന്താ പറയാ അത്യധികം സാധകം ചെയ്തിട്ട്, അതല്ലെങ്കിൽ അത്യധികം അദ്ദേഹം ആ ഒരു ഭാഷാ ശൈലിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് തിരിച്ച് സാംസയായും തിരിച്ച് ആനിയായും തിരിച്ച് വിജയനായും ഒക്കെ പല തവണ കയറി ഇറങ്ങി എഴുതി വെച്ചിരിക്കുന്ന ഈ വാചകങ്ങളിൽ കൂടിയാണ് സത്യത്തിൽ വായനക്കാരായ നമ്മൾ ഓരോ തവണയും ഭൂതത്തിലേക്കും നമ്മളുടെ വർത്തമാനത്തിലേക്കും തിരിച്ചു ഭൂതത്തിലേക്കും കയറിയിരുന്ന് നമ്മുടെ വീടിന്റെ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ വായനാമുറിയിലിരുന്ന് നമ്മളുടെ ഉള്ളിലുള്ള ഏകാന്തതയിൽ, ഞാനും ഒരു സംശയമായിരുന്നില്ലേ ഒരു കാലത്ത്, എനിക്കും ഒരു നടാശ ഉണ്ടായിരുന്നില്ലേ, എന്റെ നടാശയോടും ഞാൻ സംസാരിച്ചിരുന്നില്ലേ, അങ്ങനെ ഗ്രിഗർ സാംസ എന്നുള്ള ഒരു പേര് മാത്രം എടുത്തുകൊണ്ട്, അതല്ലെങ്കിൽ നടാഷ എന്ന പേരിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അതിനെ ലോകോത്തരമൊക്കെ ആക്കി മാറ്റിയെങ്കിലും നമ്മുടെ ഉള്ളിലുള്ള സാംസയും നമ്മുടെ ഉള്ളിലുള്ള മാർക്സാറും പേരെഴുതി ചേർത്തിട്ട് തന്റെ കുട്ടിക്ക് ജീവൻ, തന്റെ പെൺകുട്ടിക്ക് ജീവൻ വെച്ചു കൊടുത്ത ആ ലൈബ്രറി പുസ്തകത്തിന്റെ താളുമെല്ലാം നമ്മുടെ ഉള്ളിൽ നിരന്തരം നമ്മളോട് ആവർത്തിച്ചു കൊണ്ടേയിരിക്കും. കാരണം ഇങ്ങനെയുള്ള ഒരു വിജയനെയും ഇങ്ങനെയുള്ള ഒരു ആനിയെയും ഇങ്ങനെയുള്ള ഒരു സാംസയെയും നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെ നമ്മിൽ നിന്ന് നമുക്ക് ഇറക്കി വിടാൻ പറ്റില്ല. കാരണം ആ ഏകാന്തതയിൽ കൂടെ കടന്നിറങ്ങി പോകുന്ന മനുഷ്യരിലേക്ക് തന്നെയാണ് ഓരോ മനുഷ്യനും ചേർന്നിരിക്കുന്നത്. അല്ലാത്തവർക്ക് എനിക്ക് തോന്നുന്നു ഈ പുസ്തകം അധികം നീക്കിക്കൊണ്ട് വായിച്ചു കൊണ്ടുപോവാനും പറ്റിയിട്ടുണ്ടാവില്ല. ഇതിൽ എവിടെയെങ്കിലും ഈ ശൂന്യതയെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ വളരെ സസൂക്ഷ്മം തനിക്ക് വേണ്ടപ്പെട്ട ഇടങ്ങളിലേക്ക് ഭൂതത്തിൽ ഞാൻ എന്തായിരുന്നു, ഇപ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ കാലഘട്ടങ്ങളിൽ ആരൊക്കെ എന്നിലേക്ക് ചേർന്നിട്ടുണ്ടാവാം, ഇപ്പോൾ ഞാൻ കാണുന്നതെല്ലാം എൻ്റെ ഒപ്പം വേറൊരാളും കാണുന്നുണ്ടല്ലോ എന്നുള്ള തോന്നലുകളിലേക്ക് അമർന്നിരിക്കുമ്പോൾ അത് ഈന്തുമരത്തിന് വലിച്ചെടുക്കാൻ പറ്റാത്തൊരു ഭ്രാന്താണെന്നേ ഞാൻ പറയുള്ളൂ. ആ ഭ്രാന്ത് നമ്മൾ വലിച്ചെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ മനുഷ്യൻ എന്നുള്ള നിലനിൽപ്പ് തന്നെ നമ്മിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതുകൊണ്ടാണ് ആ ഈന്തുമരത്തിന് ഒരു അചേതന കഥാപാത്രമായി സ്റ്റീഫന്റെ ഭ്രാന്തിനെ വലിച്ചെടുത്തുകൊണ്ട് ഇരവും പകലുമില്ലാതെ ആ ഭ്രാന്ത് ഒഴിയുന്നതുവരെ ആ ചങ്ങല കണ്ണിയിൽ കൊളുത്തിയിടുകയും നമ്മളെപ്പോലെ വായനക്കാർക്ക് സ്വാതന്ത്ര്യം തന്ന് നിങ്ങൾ ആനിയിലേക്കും നിങ്ങൾ സാംസയിലേക്കും നിങ്ങൾ നടാഷയിലേക്കും എല്ലാം പരകായ പ്രവേശം നടത്തിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭൂതത്തിനെയും നിങ്ങളുടെ വർത്തമാനത്തിനെയും നിങ്ങൾ അഭിരമിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും പുറത്തു വരികയും അകത്തേക്ക് പോവുകയും ചെയ്തുകൊള്ളൂ, നിങ്ങൾ മുന്നിൽ നടന്നുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് എന്ന് പറയുന്ന കഥാകൃത്ത് വളരെ സ്വാത്വികനായിട്ട് നമ്മുടെ പുറകിൽ നിന്ന് ചിരിക്കുന്നുണ്ട്. കാരണം അത്രയും മിഴിവിട്ട കഥാപാത്രങ്ങളെ നമ്മുടെ മുന്നിലേക്ക് ഇട്ടുകൊണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 10-50 പുസ്തകങ്ങളിൽ ഒരു പുസ്തകം എന്താണെങ്കിലും ഹരീഷിന്റെ പട്ടുനൂൽ പുഴു തന്നെയായിരിക്കും. കൂട്ടത്തിൽ ഇടയ്ക്കെങ്കിലും നമ്മളുടെ ഏകാന്തത നമ്മളെ വളരെ അസ്വസ്ഥമാക്കുമ്പോൾ നമ്മൾ സാംസയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് ചെറിയൊരു ചുറ്റുകോവണി വെച്ച് തന്നുകൊണ്ട് ആ ചുറ്റുകോവണിക്ക് ചുറ്റും കഥാപാത്രങ്ങളെ നിരത്തി നിർത്തിക്കൊണ്ട് ആനിയിലേക്കും കച്ചവടക്കാരനായിട്ടുള്ള സൈക്കിൾ കച്ചവടക്കാരനായ ഉതുപ്പിലേക്കും ഇപ്പുറത്ത് നമ്മളുടെ ചാരായ കടയിലേക്കുമെല്ലാം ഏത് കാലഘട്ടം മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അവരോടൊപ്പം തന്നെ ജീവിച്ചു മരിക്കുകയും ജീവിച്ചു ചേരുകയും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. സന്തോഷം. ടി ഹേമ തൃക്കാക്കര നോവലിൻ്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിച്ചുകൊണ്ടുള്ള സമഗ്രമായൊരു അവലോകനം നടത്തിയതിന് പ്രത്യേകം സന്തോഷം. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഹേമ, നമുക്ക് അതിനു മുമ്പ് ഹരീഷ് ഇന്ന് ഈ പരിപാടിയിൽ ചില അസൗകര്യങ്ങൾ കാരണം അദ്ദേഹത്തിന് നേരിട്ട് പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം നോവലിനെക്കുറിച്ചും രചനയെക്കുറിച്ചും ഒരു ലഘു സന്ദേശം നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. നമുക്കത് കേട്ടിട്ട് ചർച്ചയിലേക്ക് പോകാം, അല്ലേ? വളരെ നന്ദി ഹേമ. അപ്പൊ നമ്മള് ഹരീഷിന്റെ വോയിസ് ക്ലിപ്പിലേക്ക് പോവുകയാണ്. ഞാനത് സ്പീക്കറിൽ കേൾപ്പിക്കാം. നമ്മുടെ പുസ്തകം ചർച്ച ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ധാരാളം പുസ്തകങ്ങൾ എഴുതപ്പെടുന്നുണ്ട്.
ധാരാളം പുസ്തകങ്ങൾ പുറത്തിറങ്ങുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും അതിലേക്ക് നമ്മുടെ പുസ്തകം ചർച്ചയ്ക്ക് കിട്ടുന്ന സന്തോഷം തീർച്ചയായിട്ടും അറിയിക്കുന്നു. കാര്യമായിട്ട് ചർച്ച ചെയ്യുക, വിമർശിക്കുക, അതിലൊക്കെ സന്തോഷമുള്ളൂ. നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്തുള്ള വിഷയം അറിയിക്കുന്നു. കാരണം വളരെ അത്യാവശ്യമുള്ള ചില കാര്യങ്ങളുള്ളതുകൊണ്ടാണ് വരാൻ സാധിക്കാതെ. വേറെ ചില പരിപാടികൾ ഇതേ സമയത്തുള്ള കാരണമാണ്. പെട്രോൾ ഇറങ്ങിയിട്ട് ഇപ്പോ 1.5 വർഷത്തോളമായിരുന്നു. വായനക്കാരുടെ അത്യാവശ്യം നല്ല പ്രതികരണങ്ങൾ കിട്ടിയ പുസ്തകമാണ്. ഏകദേശം 18 പതിപ്പുകളുടെ 45,000-ഓളം പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം ഒരാളെങ്കിലും എന്നെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട് ഈ പുസ്തകം വായിച്ച് സന്തോഷത്തോളം. അതുകൊണ്ട് എനിക്ക് ഈ പുസ്തകത്തെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. ഇത് കുറച്ചൊക്കെ എന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. ഇതിനകത്തെ കഥാപാത്രമായ സാംസ നടന്ന വഴികൾ ഞാൻ നടന്ന വഴികൾ തന്നെയാണ്. ഇതിനുള്ളിലെ ഇപ്പോ ചില കഥാപാത്രങ്ങൾ മിക്കവാറും ഒക്കെ എനിക്കറിയാവുന്നവരാണ്. ഇത് പൂർണ്ണമായിട്ടും യഥാർത്ഥത്തിലുള്ള കഥാപാത്രമെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ അനുഭവിക്കുന്നതൊക്കെ എഴുത്തിൽ വരുമ്പോൾ വേറെ രൂപത്തിലാകുമല്ലോ. അപ്പം ആ തരത്തിലാണ് പത്രത്തിൽ വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് എഴുതിയ എന്റെ 2 നോവലുകളുണ്ട്. ആവശ്യമുള്ളവർക്കറിയാം. ഇത് കുറച്ചുകൂടെ ഒരു ആത്മഭാഷയുടെ സ്വഭാവത്തിൽ എഴുതിയിരിക്കുന്ന കഥയാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, വളരെ ലളിതമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മള് ഭാഷ മറ്റു ഗവൺമെന്റിൽ സംസാരിക്കുന്ന സൗകര്യമായ ഭാഷ തന്നെയാണ്. വളരെ ലളിതമായ ഭാഷയാണ്. ലളിതമായ ഭാഷ എഴുതിയിരിക്കുകയാണ്. ശബ്ദം ഒന്ന് ഞാൻ മാക്സിമം ആണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ മാറിയെന്ന് കാണുന്നത്. ഹലോ സർ, അദ്ദേഹത്തിന്റെ വോളിയം കുറവാണ്. അവസാനം പറഞ്ഞ ലൈൻ വ്യക്തമല്ല. അവസാനം ലാസ്റ്റിലെ ഒരു 4-5 ലൈൻ വ്യക്തമല്ലായിരുന്നു. ഇപ്പൊ അവസാനത്തിൽ ഒന്ന് ബാക്ക് അടിക്കാം. 2 നോവലുകളുണ്ട്. അതുകൊണ്ട് കുറച്ച് വ്യത്യസ്തമാണ്. വേറെ വായിച്ചവർക്ക് അറിയാം. കുറച്ചുകൂടി ഒരു സ്വഭാവത്തിലാണ്. കേട്ടില്ല സർ, എന്താണ്? അതിന് ഒരു വ്യക്തത ഇല്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അദ്ദേഹത്തിന്റെ വോളിയം അദ്ദേഹം കുറച്ചേ തന്നിട്ടുള്ളൂ. മാക്സിമം ഞാൻ ഇട്ടിരിക്കുക. ഇത്ര വോളിയേ ഉള്ളൂ അദ്ദേഹത്തിന്റെ ആ ക്ലിപ്പിന്. വോളിയം വൈബ്രേറ്റ് ചെയ്യുന്നു കൂടിയിട്ട്. അതാണ് പ്രശ്നം. ഓ ശരി. നോക്കട്ടെ. ഒറ്റ പ്രാവശ്യം നോക്കില്ലെങ്കിൽ നമുക്ക് അടുത്തേക്ക് കിടക്കാം. പറയാം, വളരെ ലളിതമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മള് ആത്മഭാഷണം എപ്പോഴും അവനവനോട് സംസാരിക്കുന്ന സങ്കീർണമായ ഭാഷയൊന്നുമല്ലല്ലോ. വളരെ ലളിതമായ ഭാഷയാണ്. അങ്ങനെ ലളിതമായ ഭാഷയിൽ എഴുതിയൊരു കൃതിയാണ്. പിന്നെ എന്നെ സംബന്ധിച്ച് ഇതൊരു ഏകാന്തയുടെ അനുഭവം മനസ്സിലാവില്ല. അതിനെ ഇപ്പം മാറിയെന്ന് കാണുന്നത്. അപ്പം എന്റെ ചെറുപ്പത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ കടന്നുപോയ തോന്നുന്നുണ്ട്. അതാണ് ശ്രമിച്ചിരിക്കുന്നത്. കൂടാതെ ലൈബ്രറി നമുക്കറിയാം. നമുക്ക് മലയാളിക്ക് ഒരു വായനാലോകം ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. മലയാള വായനാലോകം വളരെ വിപുലമായ വായനാലോകമാണ്. കാരണം നമ്മുടെ ഭാഷയിലാണ് ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേഷനുകൾ ഇറങ്ങിയിട്ടുള്ളത്. പക്ഷെ ലോകഭാഷകളായ ഇംഗ്ലീഷ്, സ്പാനിഷ്, ഫ്രഞ്ച് ഇതൊക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ട്രാൻസ്ലേഷനുകൾ ഇങ്ങോട്ട് വന്നിട്ടുള്ള ഭാഷ മലയാളം. അപ്പോൾ അങ്ങനെ ഒരു വിദേശ വായന ലോകം നമുക്കുണ്ട്. മാർക്കറ്റ്സ് ഏറ്റവും പ്രശസ്തമായ മലയാളി എഴുത്തുകാരാണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ എല്ലാവരും തന്നെ മലയാളികളെ നമുക്ക് പരിചിതരാണ്. കേൾക്കുന്നില്ലേ തീരെ? അതിനെന്തോ ഒരു പ്രശ്നം കാരണം അതിന് വ്യക്തതയില്ല. ഒന്ന് അടുത്തേക്ക് കിടക്കാം. ഡിസ്റ്റർബൻസ് ഉണ്ട്. അതെ ഒട്ടും അതിനകത്ത് ചില വരികൾ മാത്രമേ. ഇപ്പോ പറഞ്ഞത് ഇതാണ്, അതായത് ലോകോത്തരമായ ഒരുപാട് ട്രാൻസ്ലേഷൻസ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് മലയാളത്തിലാണ് എന്നാണ് ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്.
ഹംസ എന്ന ക്യാരക്ടർ നടാഷ എന്ന ക്യാരക്ടർ വരുന്നത്. അതെ, അതിന് ഈ ലോകനാഥരാകുമ്പോഴും ചേർന്നുണ്ട് ഞാനത് സ്വീകരിക്കുന്നതിനുണ്ട്. ആ, നമുക്ക് ബാക്കിയിലേക്ക് കടക്കാം. കടക്കാം. ഓക്കെ ഓക്കെ എന്താ സർ. പറയാ, നോവൽ കംപ്ലീറ്റ് വായിച്ചിട്ടുണ്ട് ഹേമ. അതേക്കുറിച്ച് പറയാം തിരിച്ച്. ഞാനത് വായിച്ച് അതെ. തുടങ്ങുന്നേ ആ, ഉള്ളൂ. എനിക്കതുകൊണ്ട് കൂടുതൽ നോവലിനെ കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ പറ്റുന്ന അവസ്ഥയിലല്ല. അതുകൊണ്ടാണ് തിരിച്ച്. ആ, ശ്രീമതി ഹേമ ഇവിടെ സംസാരിച്ചതുപോലെ ഉം. നമ്മള് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ എഴുതിയെന്ന് നമുക്ക് തോന്നും. പക്ഷെ അദ്ദേഹം പറയുന്നുണ്ട് അത് വളരെ ലളിതമായ ഒരു ഭാഷയാണ് ഇതിന് ഉപയോഗിച്ചത്. 13കാരന്റെ ചിന്താഗതി, അതുപോലെ തന്നെ അവന്റെ അമ്മ ആനി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ചിന്തയിലെ കൂടെയാണ് ഈ നോവലിലെ പല സംഭവങ്ങളും വികസിക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് വളരെ ലളിതമായിട്ടുള്ള ഒരു ഭാഷാതലം ആണെങ്കിലും അതിന് ആന്തരികമായിട്ട് ഒരുപാട് ആഴം ഉണ്ട് എന്നുള്ളത് നമുക്കിത് വായിച്ചു തീരുമ്പോൾ തോന്നും. അതാണ് ഹേമ പറഞ്ഞത്. തീർച്ചയായിട്ടും അത് ശരിയാണ്. ഇതിലെ വ്യക്തികൾ എല്ലാവരും വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. വളരെ സമുന്നതമായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനെ പോലും നമ്മൾ ഈ നോവലിൽ കാണുന്നില്ല. പക്ഷേ അവരുടെ ഓരോരുത്തരുടെയും മനസ്സിന്റെ ആഴത്തിനെ സ്പർശിച്ചുകൊണ്ടാണ് ഈ നോവല് മുന്നോട്ട് പോകുന്നത്. സാംസ എന്ന് പറയുന്ന 13കാരനാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രം. അവന്റെ പിതാവ് വിജയൻ, അയാള് പലപ്പോഴും നേരിട്ട് ഇതിൽ സംസാരിക്കുന്നൊന്നുമില്ല. പക്ഷെ അയാളെ കേന്ദ്രീകരിച്ചിട്ട് ഈ കഥ വിടരുന്നുണ്ട്. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും മനസ്സിലെ ചിന്തകളാണ് ഇതില് ഓരോ അധ്യായങ്ങളായിട്ട് പുറത്തു വരുന്നത്. പ്രത്യേകിച്ച് സാംസയും അവന്റെ അമ്മയും. സാംസ എന്നുള്ള ഒരു പേരിലാണ് ഇത് ആരംഭിക്കുന്നത് തന്നെ. സാംസ എന്നുള്ള ഒരു അസാധാരണമായിട്ടുള്ള ഒരു പേരാണ്. കുട്ടി ജനിച്ച് 4 വർഷം കഴിഞ്ഞിട്ടാണ് അവനൊരു പേരിടണമെന്ന് അവന്റെ പിതാവ് ആലോചിക്കുന്നത്. അത്രത്തോളം അവഗണിക്കപ്പെട്ട ഒരു മകനാണ് അവൻ. അച്ഛനാൽ അവഗണിക്കപ്പെട്ട, എന്നാൽ അമ്മയുടെ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു മകൻ. പക്ഷെ ഈ അച്ഛൻ 4ാമത്തെ വയസ്സിൽ ഇവൻ എന്ത് പേരിടണമെന്ന് ആലോചിച്ച് പിന്നെ ചോദിക്കുമ്പോൾ ഗ്രിഗർ സാംസ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ഫിലോസഫറുടെ പേരാണ് ഇവന് കൊടുക്കാനായിട്ട് പറയുന്നത്. ഇത് എന്ത് പേരാണെന്ന് അത്ഭുതപ്പെടുന്നുണ്ട്. നമ്മളിപ്പോ ഷേക്സ്പിയർ ചോദിച്ച ചോദ്യം, വാട്ട്സ് ഇൻ എ നെയിം ദാറ്റ് യു കോൾ എ റോസ് ബൈ എനി അതർ നെയിം മേ സൗണ്ട് ആസ് സ്വീറ്റ് എന്ന് പറയുന്ന പോലെ ഇവനും ആ സ്വീറ്റ്നെസ് ഉണ്ട്. അവന്റെ സാംസ എന്നുള്ള പേരില് തുടക്കത്തിൽ മാത്രമേ നമുക്കും ഒരു അപരിചിതത്വം ഉള്ളൂ. അതിനുശേഷം അവൻ നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട, നമ്മളുടെ മനസ്സിലേക്ക് ഇനിയുള്ള കാലത്ത് ചിരപ്രതിഷ്ഠ നേടുന്ന ഒരു കഥാപാത്രം കൂടിയാണ് ഹരീഷിന്റെ സാംസ. ആ ഒരു ചെറിയ പയ്യന്റെ ചിന്തകളിൽ കൂടി എന്തൊക്കെ കാര്യം അവൻ കാണുന്ന ലോകത്തിനെയാണ് ഇതില് ഈ നോവലിസ്റ്റ് ഇതിൽ നമ്മളുടെ മുമ്പിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. അത് ഹേമ പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ഓരോ വളരെ കൃത്യമായിട്ടുള്ള ഇലസ്ട്രേറ്റീവ് ആയിട്ടാണ് അവൻ നടക്കുന്ന വഴികളും അവൻ കാണുന്ന കാഴ്ചകളും അവന്റെ അച്ഛൻ എന്റെ കാട് ഇരിക്കുന്ന ആ സ്ഥലവും അതിന്റെ ചുറ്റുപാടുകളും പിന്നെ അതുപോലെ അവന്റെ വീട്ടിലെ ഇലു എന്ന് പറയുന്ന ഒരു നായ, ആ നായ പോലും നമ്മളുടെ മനസ്സിൽ കയറിപ്പറ്റുന്ന ഒരു കഥാപാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. ഭ്രാന്തനായ ഒരു സ്റ്റീഫൻ, ആ സ്റ്റീഫൻ നേരത്തെ പറഞ്ഞതുപോലെ ഭ്രാന്തില്ലാത്തപ്പോൾ വളരെ സുന്ദരനായിട്ടും നല്ല അധ്വാനിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടും നമ്മളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന സ്റ്റീഫന്റെ ഭ്രാന്ത് ആവേശിക്കുന്ന ദിനങ്ങളെ പറ്റിയിട്ട് സാംസ ഓർക്കുന്നുണ്ട്. അയാളെ ഒരു ഈന്തിന്റെ മരത്തിൽ കെട്ടിയിട്ടിട്ടാണ് അയാളുടെ സഹോദരന്മാര് ഭ്രാന്ത് ശമിപ്പിക്കുന്നത്. ഒരു 2-3 ആഴ്ച അയാള് വെയിലും മഴയും മഞ്ഞും ഒക്കെ കൊണ്ട് അവിടെ കിടക്കും. അപ്പൊ അങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം നമ്മളുടെ മനസ്സിൽ വളരെയധികം അങ്ങനത്തെ ദൈന്യത നിറഞ്ഞ ഒരുപാട് അവസ്ഥകള് ഇതിലെ കഥാപാത്രങ്ങളുടേതായിട്ടുണ്ട്. അതുപോലെ പല മരണങ്ങള്, ഇതില് മാർക്കസ് സാറിന്റെ മരണം, ആ മരണം സാംസയെ ആ ലൈബ്രറിയുടെ ഒരു ഉത്തരവാദിയായി മാറ്റുകയാണ് ചെയ്യുന്നത്. 13 വയസ്സുള്ള ഒരു ബാലൻ അവന്റെ സമ്മർ വെക്കേഷന്റെ സമയത്ത് ഈ ലൈബ്രറിയിലെ നിരന്തര സന്ദർശകനായിരുന്ന അവനെയാണ് പിന്നെ ലൈബ്രറി ഏൽപ്പിക്കുന്നത്. അപ്പൊ അവൻ അതിന് പറ്റിയ ഒരാളാണെന്ന് നമ്മൾക്ക് തോന്നുന്നുണ്ടെങ്കിലും അവൻ അതിന് പാകമായോ എന്നുള്ളൊരു ചോദ്യം അവിടെ അവസാനിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വലിയ ലൈബ്രറിയും ഒരുപാട് പേര് വായിക്കാൻ പുസ്തകം എടുക്കുന്നതും ഒക്കെ എങ്ങനെയാണ്, അവന്റെ സ്കൂൾ തുറന്ന് 10 ദിവസം കൂടി കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും. ആ സ്കൂൾ തുറപ്പിന്റെ സമയത്ത് ഇവൻ എന്ത് ചെയ്യും എന്നൊക്കെ ഇവന്റെ അമ്മ ആലോചിക്കുന്നുണ്ട്. പിന്നെ ആനി എന്ന് പറയുന്ന ഒരു കഥാപാത്രം സാംസയുടെ മനസ്സിൽ അവൻ സൃഷ്ടിക്കുന്ന ഒരു ഭാവനാ ലോകവും അവിടെ അവന്റെ കൂട്ടുകാരിയായിട്ടുള്ള ഒരു നടാഷ എന്ന് പറയുന്ന, അവൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, അവൻ ജനിക്കുന്നതിന് എത്രയോ മുൻപ് മരിച്ചുപോയ, ഉണ്ടോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു കഥാപാത്രം അവന്റെ ഉള്ളിൽ കുടിയേറുകയാണ് ചെയ്യുന്നത്.
അപ്പൊ നമുക്ക് അവസാനം വരുമ്പോ നമുക്ക് മനസ്സിലാവും ഈ നടാഷ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ പേരാണ് അവന്റെ അമ്മ ആനിക്ക് ആദ്യം ഇടാൻ ആലോചിച്ചിരുന്നത്. ആ ആനയും ഈ നടാഷയും തമ്മിൽ ചില ബന്ധങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് ചില സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നിപ്പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നോവലിന്റെ തുടക്കത്തിലെല്ലാം പറയുന്നുണ്ട് സാംസ എന്നുള്ളത് രണ്ട് വ്യക്തികളാണ്, ഒരാളല്ല. അവൻ ചിരിക്കുകയും സംസാരിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുമ്പോൾ വേറൊരാളും കൂടി അതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവന്റെ കൂടെ നടക്കുന്ന ഒരു നിഴലിനെ പോലെ ഒരു രൂപം കൂടി അവന്റെ ഉള്ളിലുണ്ട്. രണ്ട് വ്യക്തികളുണ്ട്. നമുക്ക് എല്ലാവർക്കും ഒന്ന് ആലോചിച്ചാൽ നമ്മളെല്ലാം രണ്ട് വ്യക്തികളാണല്ലോ. നമ്മളുടെ പുറത്തെ ഒരു വ്യക്തിയും നമ്മളുടെ ഉള്ളിലെ വ്യക്തിയും രണ്ടും രണ്ട് തന്നെയാണല്ലോ. അപ്പൊ ആ ആത്മം എന്ന് പറയുന്ന ഒരു അവസ്ഥയെ ആയിരിക്കാം ഈ രീതിയിൽ ചിത്രീകരിക്കുന്നത് എന്നുള്ളത് അതൊരു സംശയമായിട്ട് അവിടെ അവസാനിക്കുകയാണ്. അതുപോലെ ഇതില് വളരെ നമ്മളെ അലട്ടുന്ന കുറെ പ്രശ്നങ്ങളുണ്ട്. അതായത് ഹലോ കേൾക്കാമോ? നമ്മളെ അലട്ടുന്ന അതായത് ഇതിലെ കഥാപാത്ര സാംസയുടെ അമ്മ ആനി വളരെ ദുഃഖിതയായിട്ടുള്ള, അതായത് ജീവിതം നിരാശ മാത്രം സമ്മാനിച്ച ഒരു സ്ത്രീയാണ്. അവളുടെ ഇഷ്ടപ്പെട്ട ഒരു പുരുഷന്റെ കൂടെ, വ്യത്യസ്ത ജാതിക്കാരനായ ഒരു പുരുഷന്റെ കൂടെ അവള് സ്വന്തം വീട് വിട്ട് ഇറങ്ങുകയാണ്. അതിനുശേഷം അയാളിൽ നിന്ന് ഗർഭിണിയാവുന്ന ആ പെൺകുട്ടി, വളരെ ചെറിയ പ്രായം, ആ പെൺകുട്ടിയെ അവളുടെ അമ്മ വന്ന് ഈ വഴക്കെല്ലാം മറന്ന് അവളുടെ അമ്മ വന്ന് തിരിച്ച് അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ് പ്രസവത്തിന്. ആ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തോളം ഇവളുടെ ഭർത്താവ്, ഈ കുട്ടിയുടെ അച്ഛൻ അവളെ കാണാൻ പോലും വരുന്നില്ല. ആ സമയത്ത് അവളുടെ അവസ്ഥകളെല്ലാം നിസ്സഹായമായ ഒരു അവസ്ഥയിൽ അവൾ ആ കുഞ്ഞിനെ എടുത്ത് അവളുടെ പറമ്പിലെ പല സ്ഥലങ്ങളിലും പോയി നിൽക്കുന്നതൊക്കെ നമുക്ക് ദൈന്യം നിറഞ്ഞ ഒരു ചിത്രമാണ് നമ്മൾ മനസ്സിൽ സമ്മാനിക്കുന്നത്. അതിനുശേഷം ഇയാൾ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവൾ എപ്പോഴും ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറായിട്ടുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ ഭർത്താവ് ഒരു വർഷത്തോളം അവളെ ഓർക്കുക പോലും ചെയ്യാതെ കേവലം ഇംഗ്ലണ്ടിലെ 2 കത്തുകൾ മാത്രമാണ്, വളരെ ഫോർമൽ ആയിട്ട് എഴുതിയ 2 കത്തുകളാണ്, ഒരു സ്നേഹത്തിന്റെ ഒരു ഭാഷ പോലും ഇല്ലാത്ത കത്തുകളാണ് അവൾക്ക് ആകെ അയച്ചിട്ടുള്ളത്. പക്ഷെ എങ്കിൽ പോലും അയാളോട് ഉള്ള അവളുടെ സമീപനം തന്റെ പുരുഷൻ എന്നുള്ള രീതിയിലാണ്. പക്ഷെ അയാൾ എത്രത്തോളം ഇവളെ അവഗണിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇതിൽ ഉടനീളം കാണാൻ പറ്റും. മാത്രമല്ല മകനോട് അയാൾക്ക് ഇഷ്ടമുണ്ട് എന്നുള്ളത് നമുക്ക് പല ഘട്ടത്തിലും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഈ പാവം സ്ത്രീയെയും മകനെയും ഒഴിവാക്കിക്കൊണ്ട് അയാൾ ഒളിച്ചോടി പോവുകയാണ്. പല ഘട്ടങ്ങളിലും ഈ നോവലിലെ പല ഘട്ടങ്ങളിലും ഒളിച്ചോടി പോകുന്ന അവസ്ഥയുണ്ട്. ഒരു പുരുഷൻ സ്വന്തമായിട്ട് നമ്മൾ വിളിച്ചിറക്കി വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന ഒരു പെൺകുട്ടിയെ ഇങ്ങനെ കൈവിട്ട് പോയാൽ അവൾ എങ്ങനെ ജീവിക്കും? അതിനുശേഷം കടക്കാരെല്ലാം അവരുടെ വീട്ടിലേക്ക് വരികയാണ്. അവന്റെ ഈ വിജയൻ എന്ന് പറയുന്ന വ്യക്തിയെ കടം വാങ്ങിച്ചിട്ടുള്ള പല സ്ത്രീകളുടെയും ആഭരണങ്ങൾ, ചെറിയ നാട്ടുമ്പുറമാണ്, നാട്ടുമ്പുറത്തെ പാവപ്പെട്ട സ്ത്രീകളുടെ ചെറിയ ചെറിയ ആഭരണങ്ങൾ വാങ്ങിച്ച് ഇയാൾ പണയം വെച്ച് അയാളുടെ കടയില് കച്ചവടം നടത്തുകയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ആ സമയത്തും ഇയാൾ ഒളിച്ചോടി പോവുകയാണ്. കട നടത്താൻ പറ്റാതാവുമ്പോഴും അയാൾ ഒളിച്ചോടി പോവുകയാണ്. സ്റ്റീഫൻ എന്ന് പറയുന്ന അയാളുടെ കടയില് പിന്നെ തൊഴിലാളിയായിട്ട് നിൽക്കുന്ന ഭ്രാന്ത് ഇടയ്ക്കിടയ്ക്ക് ആവേശിക്കുന്ന ചെറുപ്പക്കാരൻ, വളരെ നല്ലൊരു ചെറുപ്പക്കാരനാണ്, എല്ലാവർക്കും സഹായിയായിട്ടുള്ള ഒരാളാണ്. ഇയാളുടെ കടയിൽ ചരക്കിറക്കി ആ ചരക്കിന്റെ ഇടയിൽ ചാക്കുകൾ മറിഞ്ഞ് വീണ് മരിച്ചതിന് ശേഷം അയാളുടെ അടക്കം നടക്കുന്ന സമയത്തൊന്നും ഇയാൾ തിരിച്ചു വരുന്നേയില്ല. അപ്പോ ഈ സ്റ്റീഫന്റെ സഹോദരൻ പറയുന്നുണ്ട്, ഞാൻ അയാളെ കയ്യിൽ കിട്ടിയ ശരിയാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ യാതൊരു ഉത്തരവാദിത്വ ബോധവും ഇല്ലാത്ത പോലെ അയാൾ ആ സാഹചര്യത്തിൽ നിന്ന് അപ്രത്യക്ഷനാവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അയാളുടെ കടം കൊടുത്ത ആളുകൾ അയാളുടെ വീട്ടിൽ വന്ന അയാളുടെ മകൻ 13 വയസ്സുകാരനെ അടിക്കുമ്പോൾ ആ 13കാരന്റെ ഒപ്പമാണ് ഈ മോഹനൻ എന്ന് പറഞ്ഞ് അടിക്കാൻ വരുന്ന ആളുടെ മകളും പഠിക്കുന്നത്. അതെല്ലാം മറന്നുകൊണ്ട് അയാൾ ആ വീട്ടിലേക്ക് ഓടിക്കേറുകയും അവിടെ ഈ ഒളിച്ചിരിക്കുന്ന വിജയനെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ, നിസ്സഹായമായ ഒരു അവസ്ഥയിൽ ഒരു സ്ത്രീയെയും കുഞ്ഞിനെയും വിട്ടുകൊണ്ട് അയാൾ എവിടെയോ അപ്രത്യക്ഷനായിട്ട് പോയിരിക്കുകയാണ്. പല ദിവസങ്ങളിലും രാത്രി തിരിച്ചെത്താത്ത അച്ഛനെ അന്വേഷിച്ച സാംസ എന്ന് പറയുന്ന മകൻ രാത്രി ഇരുട്ടത്ത് ഒരു ടോർച്ചിന്റെ വെളിച്ചത്തിൽ അച്ഛനെ അന്വേഷിച്ച് പോകുന്നുണ്ട്. വിജനമായ രാത്രി, ഇരുട്ടായി, എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് അവൻ പോകുന്നത്. അവൻ ഒരിക്കൽ പോലും അതില് ഒരു അനിഷ്ടം പ്രകടിപ്പിച്ചിട്ടില്ല. അവനെ അങ്ങനെ വിടാൻ അമ്മയും അനിഷ്ടം കാണിച്ചിട്ടുമില്ല. എങ്കിൽ പോലും അവരോട് ഒരു സ്നേഹവും ഇല്ലാത്ത കഥാപാത്രമായിട്ട് വിജയൻ നമ്മളുടെ മനസ്സിൽ, നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. ഉത്തരവാദിത്വ ബോധം ഇല്ലാത്ത ഇത്തരം വ്യക്തികള് നശിപ്പിക്കുന്ന കുടുംബങ്ങളെ,
പിന്നീട് ആത്മഹത്യയിലൊക്കെ അവസാനിക്കുന്ന ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ആ കഥാപാത്രത്തിനെ നമ്മൾ ഇതിൽ നേരിട്ട് കാണുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ശ്രീ ഹരീഷ് ഇവിടെ പറഞ്ഞതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ കഥാപാത്രങ്ങളെല്ലാം അദ്ദേഹത്തിന് ചുറ്റും ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളൊക്കെ തന്നെയാണ്. നമ്മളുടെ നാട്ടുവഴികളിലെല്ലാം നമ്മൾ ചെല്ലുമ്പോൾ കാണാൻ പറ്റുന്ന കഥാപാത്രങ്ങളെയാണ് ഈ ഒരു പട്ടുനൂൽ പുഴു എന്ന് പറയുന്ന ഈ ഒരു നോവലിൽ അദ്ദേഹം ചിത്രീകരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു പട്ടുനൂൽ പുഴു, ന്റെ പ്യൂപ്പയില് ഒളിച്ചിരിക്കുന്ന പട്ടുനൂൽ പുഴു പിന്നീട് അതിൽ നിന്നുള്ള ദ്രവമാണല്ലോ പിന്നീട് സിൽക്ക് പട്ടായി മാറുന്നത്. അങ്ങനെ പട്ടായി മാറാൻ സാധ്യതയുള്ള ഒരു കുഞ്ഞാണ് സാംസ എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വായനക്കാരൻ ഈ നോവൽ അടച്ചു വെക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹേമ സംസാരിക്കട്ടെ. മറ്റേ എന്താ പറയാ, ഹേമ ഇത് വളരെ നന്നായിട്ട് അവലോകനം ചെയ്ത് ഹേമയുടെ സൈഡിൽ നിന്ന്. പക്ഷെ ഇതിൽ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു മനുഷ്യൻ നിരന്തരമായിട്ട് പരാജയത്തിലേക്ക് ചാടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് അവൻ പുലർത്തേണ്ടുന്ന ധാർമ്മികത അവന്റെ ഭാര്യയോടോ കുടുംബത്തിനോടോ സമൂഹത്തിനോടോ മറ്റുള്ള വ്യക്തികളോടോ നിരന്തരം അവൻ അപജയത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ മാനസികാവസ്ഥ ആൾമോസ്റ്റ് വിജയനെ പോലെ മാറുമെന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു കാഴ്ച. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഉയർത്തെഴുന്നേൽക്കാൻ പറ്റുന്ന ഒരു ചോടുകോണിയും അവന് കിട്ടുന്നില്ല. ഏതിലും പരാജയമാവുമ്പോൾ അവൻ കൂടുതൽ അന്തർമുഖനായിട്ടും കാരണം വിജയന്റെ ഉള്ളിൽ സ്നേഹമില്ലാതെ അല്ല, വിജയന് സ്നേഹം കാണിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള ഒരു സാധാരണ മനുഷ്യനാണ് വിജയനെങ്കിൽ അവൻ തീർത്തും പരാജയപ്പെട്ടു പോയി ഇതുപോലെ ഇൻട്രോവേർട്ടായിട്ട് ഓടിപ്പോവാനുള്ള സാധ്യതകളല്ല ഹേമയെ കൂടുതൽ ഉണ്ടാവുക. അതായത് ഇപ്പൊ ഹേമ പറഞ്ഞ കൂട്ടത്തില് അവിടെ എന്റെ ഭാര്യയാണ്, എന്റെ കുട്ടി, കാരണം അദ്ദേഹം ഓരോന്നിൽ നിന്നും ഓരോ സാധനങ്ങളും, നമ്മൾ ആദ്യം കാണുന്ന വിജയൻ ടാക്സി കാറില് വീട്ടിൽ വന്നിറങ്ങുന്ന വിജയനെയാണ് കാണുന്നത്. ഏത് തന്റെ ബിസിനസിന്റെ വലിയൊരു പ്രസ്ഥാനമായിട്ടാണ് കാണുന്നത്. ആ വിജയനാണ് അവസാനം അടിയും കിട്ടി മതിലും ചാടി ഓടിപ്പോണ്ടി വന്നത് സ്വന്തം കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട്. അപ്പൊ അത്രയും അധികം പരാജയത്തിന്റെ ഉള്ളിലേക്ക് ഓരോ തവണയും അയാള് കൂപ്പുകുത്തി വീഴുമ്പോ പിന്നെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് അവിടെ വളരെ പ്രസ്ഥാനങ്ങളും ചിന്താബോധങ്ങളും അതല്ലെങ്കിൽ ഉത്തരവാദിത്ത ബോധങ്ങളും ഉള്ള ഒരു പുരുഷനെ കാണാൻ വളരെ ബുദ്ധിമുട്ടാവുന്നതാണ് എനിക്ക് പ്രാക്ടിക്കൽ ലൈഫിൽ തോന്നുന്നത്. ഇങ്ങനത്തെ ഒരു കഥാപാത്രത്തെ ശരിയാണ്. അതായത് ഇതിലെ 18-ാം അതായത് ഇപ്പൊ ഇതിനെ വിജയന് വേറൊരു രീതിയില് ഹരീഷ് ഇതിനെ ചിത്രീകരിച്ചെങ്കിൽ ഈ നോവൽ ഫ്ലോപ്പായി. കാരണം അത് പിന്നെ എൻഡ് ചെയ്തു, നോവൽ എൻഡ് ചെയ്ത് കഴിഞ്ഞു ഇല്ലേ? പക്ഷെ നോവൽ എൻഡ് ചെയ്യുന്നില്ല. ഇനിയും കഥാപാത്രങ്ങൾ ആനിയുണ്ട്, രണ്ടായി കാണുന്ന സാംസയുണ്ട്, അപ്പുറത്തുള്ള എന്താ പറയാ മറ്റുള്ള ചുറ്റുപാടുകളിലൊക്കെ നമ്മളുടെ മുമ്പിൽ വളരും തന്നെയാണ്. അത് കാലദേശങ്ങൾക്ക് അനുസരിച്ച് വളരും. ഇപ്പൊ അദ്ദേഹം കോറിയിട്ടിരിക്കുന്നത് ഒരു കാലഘട്ടത്തിന്റെ, അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് അത്രയധികം ഫെമിലിയർ അല്ല. അതായത് ഈ കാലഘട്ടത്തില് ഇതിന്റെ ഒരു 5-10 കൊല്ലം മുമ്പെയുള്ള കാലഘട്ടത്തില് നമ്മൾക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണിത്. ഇപ്പൊ കാലഘട്ടത്തിന്റെ രൂപവും ചിത്രമൊക്കെ മാറി, കുറച്ചും കൂടി മാറി കഴിഞ്ഞു. പക്ഷെ നമുക്ക് ഇതെന്ത് മനസ്സിലാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തില് ഈ റിഫോംഡ് ആയിട്ടുള്ള സാംസന്മാരെയും മാനിമാരെയാണ് നമ്മൾ കാണുന്നത്. അതായത് എല്ലാ വിധത്തിലുള്ള പറയുന്നുണ്ട്. അതായത് ഇതിലെ നോവലിലെ 207-ാം പേജ്, അതില് ഒരു കാര്യം, ഇയാളുടെ ഒരു പ്രത്യേകത, വിജയന്റെ പ്രത്യേകത എന്താണെന്ന് ആനിയുടെ ഒരു ഇതിലേക്കൂടെ തന്നെ കാഴ്ചപ്പാടിൽ കൂടി പറയുന്നുണ്ട്. അതായത് അയാൾക്ക് മുൻപ് ആനിക്ക് പരിചയമുള്ളവരിൽ അത്തരക്കാരുണ്ടായിരുന്നില്ല. സ്വന്തം പുരയിടത്തിനപ്പുറത്തേക്ക് കൃഷി വ്യാപിപ്പിക്കണമെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള ആളല്ല അവളുടെ അപ്പൻ. ഓരോ വർഷവും കൃഷി ഇറക്കണം, അത് നന്നായി വിളയണം എന്ന് മാത്രമായിരുന്നു അയാളുടെ ചിന്ത. ജീവിതകാലം മുഴുവൻ ഒരു മരവും അതിന്റെ നോക്കെത്തുന്ന പരിസരവും മാത്രം ചുറ്റി നടക്കുന്ന പക്ഷികളെ പോലെ ആയിരുന്നു അയാൾ. അവിടെ നിന്ന് സ്വയം പുലരാനും കൂടെയുള്ളവരെ പുലർത്താനുമുള്ളത് കിട്ടും, പിന്നെന്തിനു പുറത്തേക്ക് പോകണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അതായത് ആനയുടെ സാധാരണ ഒരു അച്ഛന്റെ കാഴ്ചപ്പാട്, അതായത് കുടുംബം പുലർത്തണം, കുട്ടികളെ പുലർത്തണം, കുട്ടികൾ പട്ടിണി കിടക്കരുത് എന്നുള്ള ഒരു അച്ഛന്റെ കാഴ്ചപ്പാട്. വിജയന്റെ കാഴ്ചപ്പാട് നേരെ തിരിച്ചാണ്. അല്ല, അതിൽ പറയുന്നത് മറ്റു ജീവികൾ മുകളിലേക്ക് നോക്കി സമയം കളയാറില്ല. ആനയുടെ അപ്പനും നിലത്തേക്ക് നോക്കി നടന്നു, അതുകൊണ്ട് എവിടെയും തട്ടി വീഴില്ല. കൂടാതെ നട്ട വിളകളുടെ ചുവടുകൾ കരുതലോടെ ശ്രദ്ധിക്കുകയും ചെയ്യാം.
അവിടുത്തെ ഈർപ്പവും വേരുകൾ പടരുന്നതിന്റെ കരുത്തും നോക്കി എന്ത് തരം വളം ഏത് സമയത്ത് ഇടണമെന്ന് തീരുമാനിക്കാം. പക്ഷേ ആ, ഇതിന് നേരെ ഘടകവിരുദ്ധമായ ഒരു സ്വഭാവമാണ് വിജയന്റേത് വിജയന്റെ. എന്ന് അതെ ആനി തന്നെ ചിന്തിക്കുന്നുണ്ട്. അതായത് ഉയരത്തിലേക്ക് വളരുന്ന വിജയന് താങ്ങു കൊടുക്കേണ്ടതുണ്ടെന്ന് ആനിക്ക് അറിയാമായിരുന്നു. പക്ഷേ അതിനുള്ള ബലമോ പ്രാപ്തിയോ അവൾക്ക് സ്വയം തോന്നിയില്ല. ആനയുടെ അപ്പനെ പോലെ വീട്ടിലും തൊടിയിലും മാത്രം പറക്കുന്ന പക്ഷിയല്ല അയാൾ. അതെ വിജയൻ ഒരു ധ്രുവത്തിൽ നിന്ന് മറ്റേ ധ്രുവത്തിലേക്ക് പറക്കുന്ന ദേശാടന പക്ഷിയെ പോലെയാണ്. അതിന്റെ അതിലുണ്ട്, പ്രേരണ അവിടെ ഒരു കൂടുതലും പോയിന്റ് ഉണ്ട്. ഉയരവും ദൂരവുമാണ്. അതെ. ദേശാടന പക്ഷിയുടെ മരണത്തിനെ പറ്റി പറയുന്ന ഒരു ദയനീയതയും കൂടി ആ പേജിലുണ്ട്. പക്ഷെ അത് ലക്ഷ്യത്തിലേക്ക് എത്താൻ വളരെ സാധ്യത കുറവാണ് എന്നുള്ളത്. ഇനി ആ, പറക്കാൻ പറ്റില്ലെന്ന് തോന്നുന്ന നിമിഷം അത് ഒരു അതെ വെറും പക്ഷി പോലും അല്ലാതായി മാറും എന്ന് അതെ പറഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല, പറക്കുന്നതിനിടെ നിലത്തെത്തും മുൻപ് മരിച്ചിരുന്നെങ്കിൽ അത് കുറെ കൂടി അഭിമാനകരമായ അതെ ജീവിതമാകുമായിരുന്നു കറക്റ്റ്. എന്ന് അതെ പറയുന്നുണ്ട്. അതെ ഇതേ ചിന്ത അവസാനത്തെ ചാപ്റ്ററിൽ ആനി ആ, പങ്കുവെക്കുന്നുണ്ട്. അതായത് സാംസയെ അടിച്ചതിന് ശേഷം പിന്നെ അയാളോട് ദേഷ്യമാണ്. അതുവരെ ആനി ഒരിക്കൽ പോലും വിജയനെ വെറുത്തിട്ടില്ല. പക്ഷെ അതെ. സാംസയെ അടിക്കാനായിട്ട് മോഹനൻ വന്ന് അവൻ അത് തല്ലുകൊള്ളും, ആ വീട്ടിലേക്ക് അയാള് കയറിപ്പോയി ചിലപ്പോ അവളെ തന്നെ അന്ന് തൊട്ട് കീഴ്പ്പെടുത്തുമോ സാംസ എന്നുള്ള. മുതിർന്നതായി എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് സാംസ വലിയ അതെ. ആ ഹലോ ഹലോ, എന്ത് പറ്റി? ക്ലിയർ അല്ല, ക്ലിയർ അല്ല, ക്ലിയർ പറയാം. അല്ല. കേൾക്കണ്ടോ? ഹേമ കേൾക്കാം ഒന്നുകൂടി കേൾക്കാം ആവർത്തിക്കാമോ പറഞ്ഞത്? കേൾക്കാം. അതെ. അതായത് ഇപ്പൊ അത് കേൾക്കാം. ആ ഒരു ഒന്നുകൂടി പറയാമോ? ആ ഒരു സാഹചര്യത്തോടു കൂടി സാംസ വലുതായി എന്നില്ലേ, അതെ. അതെ. മാനസികമായിട്ട് അവന്റെ അതെ, കുട്ടിത്തം വിടുകയാണ്. മാനസികമായിട്ട് വന്നു. അയ്യോ, അതൊരു വല്ലാത്ത ചാപ്റ്റർ ആണ് കേട്ടോ. അതാണ്. സാംസയെ പറ്റിയിട്ട് പറയുന്ന, അതായത് സാംസയുടെ കയ്യിൽ ആ കുറെ പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അത് കുറിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ആ പേജ് തപ്പിയെടുക്കണം. അതെ 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 സാംസയുടെ കയ്യിൽ രണ്ട് പുസ്തകങ്ങളുമായിട്ട് ലൈബ്രറിയുടെ താക്കോലും കൊണ്ട് അവൻ വൈകുന്നേരം ലൈബ്രറിയിലേക്ക് പോവാനായിട്ട് ഇറങ്ങിയതാണ്. ആ അതെ സമയത്താണ് മോഹനൻ എന്ന് പറയുന്ന വിജയന് കടം ധാരാളമായി കൊടുത്ത ഒരു പുറത്ത് ജീവിച്ച് കാശുണ്ടാക്കി വന്നിട്ടുള്ള ഒരാളാണ് അയാള് അതെ എത്തുന്നത്. അപ്പൊ ഇയാൾ എത്തുന്നതോട് കൂടിയിട്ട് വീട്ടിലേക്ക് നേരെ ബൈക്കിൽ നേരെ വന്ന് വീട്ടിലേക്ക് കയറുന്ന ഒരു സീനാണ്. അതെ അതിനുശേഷം ഇയാള് പിന്നെ സാംസയെ മുമ്പിൽ കാണുന്നു, അവനെ അടിക്കുന്നു. അടിച്ചതോടുകൂടി സാംസ നിലത്തേക്ക് തെറിച്ച് വീഴുകയാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്ന രണ്ട് പുസ്തകങ്ങൾ ചിതറി തെറിച്ച് അതെ വീഴുകയാണ് അവിടെ. അപ്പൊ അതില് പറയുന്നുണ്ട്, 248 പേജില് ഇതില് കൃത്യമായിട്ട് പറയുന്നുണ്ട് അവന്റെ ചെറുപ്പകാലം അതോടുകൂടി അവസാനിക്കുകയാണ്. അതെ അതായത് അതെ 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 ആ, കാരണം ഗോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതായത് എനിക്ക് മനസ്സിലായിടത്തോളം ഈ ആ, പറഞ്ഞ വിജയനും ഈ പറഞ്ഞ ആനിയും ഒക്കെ കുറച്ചൊന്ന് വേഷവിധാനങ്ങൾ മാറിയിട്ട് നമ്മുടെ ഇടയിൽ തന്നെ ഉള്ളവരാണ്. അതായത് അതെ, 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 കാലഘട്ടം മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ചുറ്റുപാടുകളുടെ സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രലോഭനങ്ങളും നമ്മളിൽ മാറുമെങ്കിലും ബേസിക്കലി ഒരു ആനിയും സാംസയും വിജയനും എന്താ പറയാ സ്റ്റീഫൻ ഒക്കെ തന്നെയാണ് നമ്മളൊക്കെ. അതുകൊണ്ടാണ് അതെ. ഞാൻ പറഞ്ഞത് നോവലിസ്റ്റ് പുറകിൽ നിന്നിട്ട് നമ്മളെ അങ്ങ് നടന്നു എന്ന് പറയുകയാണെന്നാണ് എന്റെ വായനയിൽ എനിക്ക് തോന്നിയത്. ഇതില് ഈ സാംസ തെറിച്ച് വീഴുന്ന ഒരു ഘട്ടം അത് വിവരിച്ചിരിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ. ഒരു ആ ശരിയായിട്ട് ഒരു സ്റ്റോറി, നല്ലൊരു സ്റ്റോറി ടെല്ലറിന് പറയാൻ പറ്റുന്ന രീതിയിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. സാംസ തെറിച്ച് ഒരു വശത്തേക്ക് വീണു. കയ്യിൽ പിടിച്ച പുസ്തകങ്ങളിൽ ദുർബലമായി പുറംചട്ട ഒട്ടിച്ച ഒരെണ്ണം കുത്തുവിട്ട് മുറ്റത്തേക്ക് ചിതറി. അത് ഉം, കുട്ടികൾക്കുള്ള ധാരാളം ചിത്രങ്ങളുള്ള ഒരു കഥാപുസ്തകമായിരുന്നു. അവന്റെ ഉം. ബാല്യത്തിന്റെ കൗതുകങ്ങൾ, സന്തോഷങ്ങൾ, ഭാവനാ ലോകങ്ങൾ ഇതാ അവസാനിച്ചു എന്ന മട്ടിൽ സംസാരിക്കുന്ന മൃഗങ്ങളുടെയും പക്ഷികളുടെയും അമാനുഷിക ശക്തിയുള്ള ആത്മാക്കളുടെയും മന്ത്രവാദികളുടെയും കുട്ടികൾക്ക് നന്മ ചെയ്യുന്ന ഭൂതങ്ങളുടെയും പടങ്ങളും കഥകളും മണ്ണിൽ പറന്നു നടന്നു. പുറം ഭയങ്കര ലോകത്തേക്ക് ഇല്ലസ്ട്രേഷൻ അത്. വെളിപ്പെട്ട് അതെ, പുറം ലോകത്തേക്ക് വെളിപ്പെട്ട് അവയിലെ അത്ഭുതങ്ങൾ അവസാനിച്ചു. വെറും കടലാസ് മാത്രമായാണ് അതൊക്കെ അവിടെ കിടന്നത്. എല്ലാ മനുഷ്യരുടെയും ബാല്യം എവിടെ അവസാനിച്ചു, ശേഷിച്ച ജീവിതം എവിടെ തുടങ്ങി എന്ന കൃത്യമായ ബിന്ദു ഒരിക്കലും ഉണ്ടാവാറില്ല. എന്നാൽ സാംസയുടെ കാര്യം അങ്ങനെയല്ല. അവന്റെ ബാല്യം ഈ നിമിഷമാണ് തീർന്നു പോയത്. നമുക്ക് വളരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു പാരഗ്രാഫാണ് ഇത്. ഇത് വായിക്കുമ്പോ അതെ ഒരു കുട്ടി എങ്ങനെ കുട്ടിയല്ലാതായി മാറുന്നു,
എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അവന്റെ അത് ബാല്യം പിന്നെ അതോടെ അവസാനിക്കുകയാണ്. പാപ്പുട്ടിനെ പറ്റി ഞാൻ അധികം പറഞ്ഞില്ല. പാപ്പുട്ടി എന്ന് പറഞ്ഞിട്ടൊരു അതെ പ്രേതത്തിന് ഇതിനെയൊക്കെ മകള് മരിച്ചിട്ടുള്ള, പിന്നെ അതെ എല്ലാത്തിനെയും കൊടുക്കുന്നുണ്ട്. ഗോവിന്ദൻ എന്ന് പറയുന്ന ശാസ്ത്രത്തിനെ സ്നേഹിക്കുന്ന ആള്, അതെ എല്ലാവരെയും വളർത്തിയിട്ടിട്ടുണ്ട് ഹരീഷ്. അതെ അതെ നല്ല പിന്നെ അതായത് ഹരീഷിന്റെ കഥാപാത്ര സൃഷ്ടി. ആത്മകഥാംശം ഉണ്ട് എന്ന് അദ്ദേഹം ആമുഖത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? സാറേ, ഹരീഷിന്റെ മാത്രല്ല സാറേ, ആ കാലഘട്ടത്തിലുള്ള ഒരുവിധം മനുഷ്യന്റെ ആത്മകഥാംശം ഒക്കെ ഉണ്ട് ആ കഥാപാത്രത്തില്. മാത്രല്ല നമ്മളിരുന്നിട്ടില്ലേ, നമ്മളെ വീടിന്റെ ഒരു പുറകില് എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരാളായി ഈ നോവല്. കാരണം ഇങ്ങനൊക്കെ തന്നെ ഇടയിൽ കൂടി പോയിട്ടുണ്ട്. നമ്മളെ കാരണം ബാബു നമ്മളിപ്പോഴും എബ്രഹാമിന്റെ ചെയ്യുന്നില്ലേ? കൽഭരണികളിലെ കൽഭരണികളില് നമ്മൾ വായിച്ച ഒരു പരിസരം ഉണ്ടല്ലോ, ബാബു എബ്രഹാമിന്റെ നോവൽ. ഉവ്വ്. അതുപോലെ അല്ല, അത് ഞാനൊരു ഇത് പറയട്ടെ. കൽഭരണികളിൽ നിന്ന് ഇതിലേക്ക് പോകുന്നത്, ഇത് എന്ന് പറയുന്നത് ഭാഷ കൊണ്ട് ഒരു എന്താ പറയാ, അതിനൊരു പ്രത്യേക ലോകം തന്നെ തീർത്തു കഴിഞ്ഞു. ഹരീഷിന്റെ ഭാഷാ കൗശലം, അതായത് ഭാഷയുടെ ആ വിധാനിച്ചിടുന്ന രീതി ഉണ്ടല്ലോ, അത് കൽഭരണികളുടെ ഒന്ന് അതൊന്ന് കൽഭരണി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, അദ്ദേഹത്തിന്റെ വിഷമങ്ങൾ, അദ്ദേഹത്തിന്റെ സാഹചര്യങ്ങള്. പക്ഷെ അതല്ല. കൽഭരണി എന്ന് പറയുന്നത് അതിലേക്ക് മാത്രം നമ്മൾ കൺഫൈൻഡ് ആയിട്ട് നിന്നു. അതെ, പട്ടുനൂൽ ഞാൻ പറയാൻ വന്നത് അതല്ല. അതായത് കൽഭരണികളിൽ ഒരുപാട് കഥാപാത്രങ്ങളാണ്. അങ്ങനെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ ഓരോ പേജ് മറിക്കുമ്പോഴും അനവരതം കഥാപാത്രങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോവാണ്. ഈ ഒരു പുസ്തകത്തിൽ അതിന് വിരുദ്ധമായിട്ട് വളരെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. അവർ ആവർത്തിച്ച് വരുന്നുമുണ്ട്. അവര് ഓരോരുത്തരെയും നമുക്ക് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മറ്റ് കഥാപാത്രങ്ങൾ മറ്റേ ഒരു നോവലില് അങ്ങനെയല്ല. അത് കുറെ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. പക്ഷെ ഇതില് ആ പശ്ചാത്തല വിവരണം നമ്മൾക്ക് ഇത്രയും ദരിദ്രമായ ഒരു സാഹചര്യത്തില് ആ വീടിനെ പറ്റി തന്നെ പലവട്ടം പറയുന്നുണ്ട്. സാംസയ്ക്ക് നാണക്കേടാണ് ആ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നത്. അതായത് അച്ഛൻ സ്വന്തം നാണം അതെ കൊണ്ട് അത് ചുരുങ്ങിപ്പോവും. ചുളുങ്ങിപ്പോവും. അത് ആനി പറയുന്നുണ്ട്. അതായത് അവിടേക്ക് ആരെങ്കിലും വന്നു കയറുന്നത് തന്നെ അവൾക്ക് നാണക്കേടാണ്. കാരണം വിജയൻ എന്ന് പറയുന്ന വ്യക്തിയുടെ അച്ഛൻ സാമാന്യം വീട്ടില് സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം മറ്റു മക്കൾക്ക് കൊടുത്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇദ്ദേഹത്തിന് ഒരു ചതുപ്പ് പോലത്തെ ഒരു കുറച്ച് സ്ഥലമാണ് കൊടുത്തത്. ആ സ്ഥലം കൊടുത്ത് അവിടെ ഒരു വീട് പണിയാൻ ഇയാൾ ആഗ്രഹിച്ച് വേറെ ഏതോ വീടിന്റെ പല ഭാഗങ്ങളും കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ചെറിയ പ്രണയം കേട്ടോ. ഇവള് വരുന്ന സമയത്ത് പുറകില് പുഴയാണ്. അപ്പൊ പുഴ സ്വന്തമായിട്ടുള്ള വീട്ടുകാരാണ് എന്നുള്ളൊരു വാക്കുണ്ടായില്ലേ? പറയുന്നുണ്ട്. അതെ അതെ, രണ്ട് പുഴ സ്വന്തമായിട്ടുള്ളവളാണ് എന്ന് പറഞ്ഞു. അത് അന്ന് ആനി അതൊരു വലിയ സന്തോഷമായിട്ട് എടുത്തു. പക്ഷെ അതെ, പക്ഷെ പിന്നീടാണ് ഇതിലെ ഒരു ഗതി മനസ്സിലാവുന്നത്. കാരണം രണ്ട് പുഴകള് ചതുപ്പ് പോലുള്ള രണ്ട് ചാലുകളാണ് അവിടെ ഉള്ളത്. അപ്പൊ അല്ല, അതില് നോവലിന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സാംസ എഴുന്നേറ്റു പല്ല് തേക്കുന്ന സമയത്ത് സാംസ തൊട്ടപ്പുറത്ത് ഇലുപ്പട്ടി രണ്ടാള് നോക്കണ പോലെ തോന്നി. അപ്പുറത്ത് ഇതുണ്ടായി തോന്നി. അടുപ്പത്ത് തീ കത്തിക്കുന്നുണ്ട്, അടുപ്പത്ത് വേറൊരു പാത്രത്തില് വെള്ളം തിളയ്ക്കുന്നുണ്ട്, ഒപ്പം അമ്മയുടെ ഒപ്പം വേറൊരാൾ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഈ കഥ പോണതേ. അതെ അതെ അതെ, അതിനെ കുറിച്ചൊരു അവസാനം വരെ ഒരു അപരൻ ഉണ്ട് അല്ലേ? അപരനുണ്ട്. അതെ അതെ, അവസാനം വരെ ഒരു അപരൻ നമ്മളിലില്ലേ അപരൻ? അത് അവന്റെ മനസ്സിന് അവൻ സൃഷ്ടിക്കുന്ന ഒരു ഭാവനാ ലോകത്ത് ഒരു അവന്റെ ഒരു നിഴല് പോലെ ഒരു രൂപം കൂടിയുണ്ട്. കുറെ കഴിയുമ്പോൾ വരുന്നത്. അതിന്റെ നാട്ടിൻപുറത്തിന്റെ മുഴുവൻ സൗന്ദര്യമുണ്ട്. ഭാഷയാണ് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളത്. ഞാൻ നേരത്തെ നമ്മൾ പരിപാടി ആരംഭിക്കുന്നതിന് മുമ്പ് മീശയുടെ ഭാഷ പലതും നമുക്ക് പലർക്കും ഒറ്റ രീതിയിൽ വായിക്കാൻ പറ്റില്ല, ഒറ്റ ഇരിപ്പിൽ വായിക്കാൻ പറ്റില്ല. ഇത് വളരെ ലളിത മനോഹരമായ ഒരു ആഖ്യാന ശൈലി, ലളിത മനോഹരം എന്ന് തോന്നുകയും ആഴത്തിൽ പിടിപ്പിക്കുകയും ചെയ്യും. അദ്ദേഹം ആമുഖത്തിൽ പറഞ്ഞ പോലെ ഈ മനസ്സിന്റെ അകത്തേക്കുള്ള സഞ്ചാരങ്ങളാണ് ഇത് മുഴുവനും. ഒരു കുട്ടിയുടെ മനസ്സിലൂടെ ഒരു ലോകത്തെ മുഴുവൻ വരച്ചിട്ടുണ്ട്. അത് അദ്ദേഹം പറയുന്നുണ്ട്. ഓരോ എഴുത്തുകാരനും കുറച്ചു നാൾ കൊണ്ട് ആർജിച്ചെടുത്ത സുഖകരവും സുരക്ഷിതവുമായ ഒരു എഴുത്ത് രീതിയുണ്ട്. കഥകളിലൂടെയും രണ്ട് നോവലുകളുടെയും തുടർന്നു വന്ന സമ്പ്രദായങ്ങൾ ഇതിൽ ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് എഴുതി തുടങ്ങും മുൻപേ ഞാൻ തീർച്ചപ്പെടുത്തിയിരുന്നു. കാരണം പട്ടുനൂൽ പുഴു വേറെ ഒന്നാണ് ആവശ്യപ്പെടുന്നത്. മീശയ്ക്കും ആഗസ്റ്റ് 17 കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളുടെ പ്രത്യേകത കൊണ്ട് കുറച്ചധികം പഠനങ്ങളും യാത്രകളും വേണ്ടി വന്നിരുന്നു. പട്ടുനൂൽ പുഴുവിന്റെ എഴുത്തിനു വേണ്ടിയും ഞാൻ യാത്ര ചെയ്തു. പക്ഷെ അത് ഉള്ളിലേക്കാണെന്ന് മാത്രം.
കാരണം ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ തങ്ങൾക്കുള്ളിലേക്ക് നിരന്തരം സഞ്ചരിക്കുന്നവരാണ്. അദ്ദേഹം അത് മാത്രമല്ല, സിനിമയിലെ വൈഡ് ഷോട്ടുകളും ക്ലോസ് ഷോട്ടുകളും ഉണ്ട്. ദൂരെ നിന്നുള്ള ചിത്രീകരണം അതിമനോഹരമാക്കാൻ നമുക്ക് പറ്റും. അതോടൊപ്പം ആഖ്യാതാവ് കാര്യങ്ങളെ മാറി നിന്ന് നോക്കുകയാണെന്ന പ്രതീതിയും ഉണ്ടാക്കാം. ആ ഒരു പ്രതീതി ഇതില് വായിക്കുമ്പോൾ നമുക്ക് ഉടനീളം ചില സമയത്ത് ആത്മകഥാപരമായിട്ട് ആനിയും സാംസയും സംസാരിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. ചില സമയത്ത് അവരുടെ കാഴ്ചപ്പാടിലൂടെയുള്ള ലോകത്തെ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ട് രീതിയിൽ. പക്ഷെ ഇതില് വായനയ്ക്ക് ഒരു തരത്തിലുള്ള ഒരു വൈക്ലഭ്യം ഉണ്ടാക്കുന്ന രീതിയിലല്ല കഥ പറഞ്ഞു പോകുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയുന്ന പോലും ഇല്ല. അതെ, നമുക്ക് പരിചിതമായ ഒരു പരിസരവും പരിചിതരായ കഥാപാത്രങ്ങളുമാണ്. പക്ഷെ അതിന്റെ വേറെ ഒരു തലം കൂടി, പരിചിതമായ പരിസരവും പരിചിതമായ കഥാപാത്രവും ഈ കഥാപാത്രത്തിൽ ഞാനും ഇല്ല എന്നുള്ള തോന്നിപ്പിക്കലും. അതാണ് അവിടെയാണ് മിടുക്ക്. ഇങ്ങനെ സാറ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അതിലൊരു സീനുണ്ട്. വീട്ടിന്റെ അവിടെ തടുക്കിന്റെ പുറകിലിരുന്നിട്ട് ഇവൻ പുറം ലോകം കാണണേ. നമ്മളെ പണ്ട് കാലത്ത് ഇപ്പോഴും ചിലവരൊക്കെ ഈ ഫ്രണ്ടില് എന്താ വെളിച്ചടിക്കാതിരിക്കാൻ ഒരു ഷീറ്റ് ഇടും, കണ്ടിട്ടുണ്ട്. പണ്ട് നാട്ടുംപുറത്ത് അത് സ്ഥിരമാണ്. നാട്ടുംപുറങ്ങളിലെല്ലാം ആ വീട്ടിന്റെ ഫ്രണ്ടിനെ ഒന്ന് മറച്ച് ചിലപ്പോ റൂമാക്കും ചെയ്യാം എന്നൊക്കെ ഉള്ള കാര്യത്തില് അധികം വീട്ടിന്റെ മുമ്പിലുണ്ടാവും ഒരു തടുക്ക്. അപ്പൊ തടുക്കിന്റെ പുറകിലിരുന്നാൽ നമ്മള് സേഫാണ്, നമ്മളെ ആരും കാണില്ല. അപ്പുറത്തിരിക്കണ എന്ത് കോലാഹലം കാണിക്കണം കാണുവാ. മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ. അങ്ങനെ ചെയ്യാത്തവരുണ്ടാവോ? അതേമാതിരി ഈ ലൈബ്രറിയിൽ ചെല്ലുമ്പോ രണ്ട് ബുക്കിന്റെ ഇടയിൽ കൂടി നോക്കിയിട്ട് അപ്പുറത്തുള്ള ആൾക്കാർ ഏതാ എടുക്കണെന്ന് നോക്കുന്ന ഒരു രീതി. ഇതൊക്കെ സാധാരണ മനുഷ്യന്മാരിലുള്ള ഓരോ ചെറിയ ചെറിയ എന്താ പറയാ അതൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ നമ്മളങ്ങോട്ട് അവരും നമ്മളും ഒന്നാവുകയാണ്. അപ്പൊ സാംസയുടെ ഒപ്പമുള്ള ആള് ഇത് വായിച്ചു കഴിഞ്ഞാൽ പ്രത്യേകത നമ്മുടെ ഒപ്പം ഒരാളുണ്ടെന്നും തോന്നിപ്പോവും. ഇല്ലേ ഹേമേ? അതെ, സത്യമാണത്. അതായത് ഇതിലെ വിവരണങ്ങള് വളരെ എടുത്തു പറയേണ്ടതാണ്. കാരണം വളരെ ചെറിയ കാര്യം പോലും ആഴത്തിൽ വിശദമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. ഇപ്പൊ സാംസയുടെ റൂമിൽ നിന്ന് അവന്റെ വീടിന്റെ പറമ്പിലേക്ക് നോക്കാനായിട്ട് 2 ജനലുകളുണ്ട്. അത് സ്ഥിരമായിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു ദിവസം അവൻ ആ ജനലൊന്ന് തുറക്കും. നടാഷയെ നോക്കാനോ അവളെ കുഴിച്ചിട്ട സ്ഥലം കാണാനോ മറ്റോ ആണ്. അപ്പൊ അത് തുറക്കുമ്പോ അവിടെ അതിന്റെ പിന്നെ ജനലിന്റെ പഴയ കലണ്ടർ താഴെ വീഴുന്നു. പാറ്റയും പല്ലികളും ഒക്കെ അപ്പുറത്തേക്ക് വീഴുന്നു. അതൊക്കെ അതെ. അത് കഴിഞ്ഞിട്ട് ഈ ജനല് അടയ്ക്കാൻ അവന് തിരിച്ച് അടയ്ക്കാൻ നോക്കുമ്പോ ഈ ജനൽ അടയുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ അവൻ അതിന്റെ കുറ്റിയിട്ടു. അപ്പൊ എത്ര, അതായത് നമ്മളുടെ സാധാരണ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും വളരെ മനോഹരമായിട്ട് തന്നെ പറഞ്ഞു പോവുകയാണ്. അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടല്ല, വായനയിൽ വളരെയധികം വായനാസുഖം തരുന്ന രീതിയിലാണ് അത് പറഞ്ഞു പോകുന്നത്. ഇങ്ങനെ ഇതൊരു വായനാസുഖം മാത്രമല്ല, അങ്ങ് ചുരുങ്ങി പോകും നമ്മുടെ വിഷമം കൊണ്ടോ എന്തൊക്കെ. അത് പിന്നെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളുണ്ട്. അച്ഛൻ വീട്ടിൽ വരുമ്പം ഒരു കട തന്നെ വീട്ടിലേക്ക് അച്ഛൻ കൊണ്ടുവരുന്നു. അതിന്റെ മണം, എണ്ണയുടെ മണം, ധാന്യത്തിന്റെ മണം, അരിയുടെ മണവും കൊണ്ടൊക്കെ രാത്രി വരുന്നത്. അങ്ങനെയുള്ള കുറെ നിരീക്ഷണങ്ങളുണ്ട്. 3 മാസം കഴിഞ്ഞ് ഭർത്താവ് വരുമ്പോ ആനിയും അദ്ദേഹത്തിനെ മണക്കുന്നുണ്ട്. പല നാടുകളുടെ മണം എന്ന് പറയുന്നുണ്ട്. പല നാടുകളുടെ മണം. അതെ, പല നാടുകളുടെ മണമുണ്ട്. ശരിയാ. അതുപോലെ ഇതില് എടുത്തു പറയേണ്ടത്, ഇതിലൊരു ഘട്ടത്തില് ആ കഥാപാത്രങ്ങൾ വരും. പഥേർ പാഞ്ചാലി, അത് സാംസ വായിക്കുന്നത് ആയിട്ട് തന്നെയാണ്. ഈ സാംസയായിട്ട് ലൈബ്രറി ആയിട്ട് സാംസയ്ക്ക് വലിയൊരു ആത്മബന്ധമുണ്ട്. അത് ഉണ്ടാക്കിയത് മാർക്ക് സാറാണ്. അദ്ദേഹം ആയിരുന്നു ലൈബ്രറിയൻ. അപ്പൊ അദ്ദേഹമായിട്ടുള്ള ബന്ധം കൊണ്ട് അദ്ദേഹം പലർക്കും പുസ്തകങ്ങൾ എടുത്തു കൊടുക്കുന്നതും ഓരോരുത്തരുടെ വായനാശീലം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഓരോരുത്തർക്കുള്ള, അദ്ദേഹം ഒരിക്കൽ പോലും കാണാത്ത പല സ്ത്രീകൾക്കുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ട് എടുത്തു കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിയുടെ. അതെ. അവരെ പറ്റി ആലോചിച്ച്. അതെ, ഇതില് ചില ഫിലോസഫിക്കൽ ആയിട്ടുള്ള ചിന്തകളും ഉണ്ട് കേട്ടോ. അതായത് ആ പാപ്പൻ ചേട്ടൻ ഒരിക്കൽ പറയുന്നുണ്ട്, അതായത് നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ അഭിനയിക്കുകയാണ്. അപ്പൊ ചെട്ടിയാരോട് ചെട്ടിയാരോട് പറയും, വിജയൻ ഇപ്പൊ ഇറങ്ങിപ്പോയി,
നീ ആ കസേരയിൽ നീ കേറിയിരുന്നോ? നീ പിന്നെ കടയുടെ ഉടമസ്ഥനായിട്ട് അഭിനയിക്ക്. അതെ, സാംസ പിന്നെ ലൈബ്രറിയനായിട്ട് അഭിനയിക്കുക ലൈബ്രറിയനായിട്ട് എന്നൊക്കെ അഭിനയിക്കും. പറയുന്നുണ്ട്. അതെ, അങ്ങനെ അതെ, അങ്ങനെ നമ്മളെ ഓരോരുത്തരും അഭിനയിക്കുകയാണ് എന്നുള്ളതാണ് അതിൽ പറയുന്ന ആ തത്വശാസ്ത്രം. കാരണം നമ്മൾ ജീവിതം തന്നെ ഓരോരുത്തരും നാടകം എന്നപോലെ. അതെ 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 ഇതില് അതൊക്കെ ജിജി എൻട്രി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹേമ, ജിജി നല്ലൊരു വായനക്കാരിയാ. ചേച്ചി ജിജി ഇൻവൈറ്റ് ചെയ്യാം, ജിജിയെ ഇൻവൈറ്റ് വിളിക്കാം ചെയ്യാം. നമുക്ക്. ജിജി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ജിജി ഇല്ലേ? ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ട് ഉണ്ട്, ഇപ്പൊ ജിജിയുണ്ട്. തന്നെ ഉണ്ട്. ജിജിയെ നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഈ ജിജി ഇൻവിറ്റേഷൻ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യണേ ശ്രീമതി ജിജി. ജിജി പോയോ? ഇല്ല, ഇവിടെ ജിജിയുണ്ട്. ഉണ്ട്, ജിജി ഉണ്ട്. പക്ഷെ നമ്മൾ ജിജിയെ ജോയിൻ ചെയ്തിട്ടില്ല. സംസാരിക്കാനായിട്ട് മുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. പാനലിലേക്ക് എത്തിയിട്ടില്ല. അതാണ്. മുകളിൽ ഞാൻ എത്തിയിട്ടില്ല. താഴത്തേക്ക് പോയാൽ മതിയോ? ഇല്ല, വേണ്ട. ചർച്ച നടത്തണമെങ്കിൽ ഹേമയും കൂടി ഇവിടെ വേണമല്ലോ. നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ജിജി ഒരു നമുക്ക് ഒരു റിക്വസ്റ്റ് അയച്ചാൽ മതി, ഞങ്ങൾ അത് ആക്സെപ്റ്റ് ചെയ്തോളാം. ജിജിക്ക് ക്ലബ് ഹൗസ് അത്ര പരിചയമില്ല. ഞാൻ കേൾക്കാൻ വേണ്ടി കഴിയുന്ന പറഞ്ഞത്. പക്ഷെ ഇനിയിപ്പോ വിളിച്ചു കഴിഞ്ഞാൽ അവള് കട്ടാവൂലേ? ഇല്ല, കട്ടാകത്തില്ല. വാട്സപ്പില് മെസ്സേജ് ഇട്ടാലും മതി, വാട്സപ്പിൽ വിളിച്ചാലും കുഴപ്പമില്ല. നോക്കട്ടെ. ജിജി പറട്ടെ. നമ്മളിത് നോവലിനെ കുറിച്ച് നോവലിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് നമ്മൾ വിശാലമായി ചർച്ച ചെയ്തു അല്ലേ ഇത്രയും നേരം. അതെ. ശ്രീമതി ജിജി റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, സംസാരിക്കാം. ജിജി അതെ, നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ സിഗ്നൽ സ്ട്രെങ്ത് കൊണ്ടായിരിക്കാം ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നതെന്ന് തോന്നുന്നു. ജിജിക്ക് ഒരു മെസ്സേജ് കൊടുത്തോളൂ, ഞാൻ നോക്കട്ടെ. ജിജി മെസ്സേജ് അയച്ചു, നമ്മൾ അങ്ങോട്ട് അയച്ചു. അതെ, എത്തിയിട്ടില്ല ഇതുവരെ. ജിജി എത്തട്ടെ. നമ്മൾ അടുത്ത ആഴ്ച നേരത്തെ പറഞ്ഞ പോലെ മനോജ് കുറൂറിന്റെ നിലം പൂത്ത് മലർന്ന നാൾ എന്ന നോവലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് അവലോകനം ചെയ്യുന്നത് ആർ പാർവതി ദേവിയാണ്. അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ അടുത്ത ശനിയാഴ്ച ഓഗസ്റ്റ് 1-ാം തീയതി ശനിയാഴ്ച രാത്രി 7 മണിക്കാണ് പരിപാടി. അപ്പൊ നമ്മുടെ 22-ാം അധ്യായം. ജിജി എത്തട്ടെ. ജിജി മെസ്സേജ് കിട്ടുന്നുണ്ട്. ജിജിക്ക് മെസ്സേജ് എടുക്കണില്ലേ ജിജി? അതാണ് നമ്മള് 2 പ്രാവശ്യം ഇൻവിറ്റേഷൻ അയച്ചു. ഞാൻ ഇവിടെ മെസ്സേജ് അയച്ച ജിജി കാണൂല്ലേ അല്ലെ? മെസ്സേജ് വാട്സാപ്പിൽ അയച്ചാൽ കാണും. താഴെ അയച്ചാലും ഇവിടെ ചാറ്റ് ബോക്സ് ഉണ്ടല്ലോ, അതിലിട്ടോളൂ. നോക്കാം ഞാൻ. ഇത് സിഗ്നൽ വീക്ക് ആയതുകൊണ്ടായിരിക്കും. നമുക്കിപ്പോ ഈ ഇൻവിറ്റേഷൻ ആക്സെപ്റ്റ് ഇപ്പൊ ശ്രീമതി ജിജിയുടെ മൈക്ക് വന്നിട്ടുണ്ട്. ഈ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ഈ താഴെ മൈക്കിന്റെ ഐക്കൺ ഉണ്ടല്ലോ, താഴെ ഉണ്ട്, ഈ സ്ക്രീനിന്റെ താഴെ ലെഫ്റ്റ് സൈഡില്. സംസാരിക്കും. ജിജി ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് സംസാരിക്കും. ജിജി കളമശ്ശേരി ഫ്രം കളമശ്ശേരി. സന്തോഷം. പറയാം. എന്ത് ചെയ്യുന്നു? ഞാനൊരു അധ്യാപികയാണ്, പ്രൈവറ്റ് സ്കൂളിൽ അധ്യാപികയാണ്. പുസ്തകം വായിച്ചിട്ടുണ്ടോ? വായിച്ചതാണ്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇത് നന്നായിട്ട് വിശദമായിട്ട് എല്ലാ ഇടങ്ങളിലും തൊട്ടുകൊണ്ട് തന്നെയാണ് ഹേമ ചേച്ചി ഇത് കടന്നുപോയത്. വീണ്ടും വായിച്ച പോലെ തോന്നി എനിക്ക്. അത്രയ്ക്കും എന്നെ വല്ലാതെ ഹേർട്ട് ചെയ്ത്, നന്നായിട്ട് ദേശങ്ങളെ ഭാഷയെ അടിസ്ഥാനമാക്കി തന്നെയാണ് ഈ നോവല് കടന്നുപോയത്. എങ്കിലും ജീവിതത്തെ ചൂഴ്ന്നു നിൽക്കുന്ന വിഷാദങ്ങളെയും ഭാവനകളെയും ഒക്കെ വിളക്കി ചേർത്തുകൊണ്ട് പട്ടുനൂൽപ്പുഴു ഇഴ പിരിച്ച് കൊണ്ട് തന്നെ അത് കൊണ്ടുപോയിരിക്കുകയാണ്. ആ എഴുത്തുകാരൻ ഇഴ പിരിച്ചു കൊണ്ടുപോയ പോലെ തന്നെ ഇത് അവതരണം നടത്തിയ ഹേമ ചേച്ചി അതിന്റെ എല്ലാ പാർശ്വഭാഗങ്ങളെയും തട്ടി തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ ഒത്തിരി നേരം, 1 മണിക്കൂറായി ഞാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് പബ്ലിക് ലൈബ്രറിയില് അന്ന് അവതരണം ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. പക്ഷെ അതുകൊണ്ട് തന്നെയായിരുന്നു ഈ ടോക്ക് കേൾക്കാൻ ഞാൻ ഒത്തിരി ആഗ്രഹിച്ചത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു.
കൂടാതെ അവതാരികയായ ഹേമലത ആ മാമും നന്നായിട്ട് ഇതിനെ തൊട്ടുകൊണ്ട് സംസാരിച്ചു. വളരെയധികം സന്തോഷം. സന്തോഷം. ജിജി, നോവലിനെ കുറിച്ചുള്ള അനുഭവം, വായനാനുഭവം കൂടെ പറയാം, പറ്റുന്നെങ്കിൽ പറയാം. അതെ. വായനാ അനുഭവം ഹേമ ചേച്ചി നിങ്ങൾ രണ്ടുപേരും നന്നായിട്ട് പറഞ്ഞു. ഇനിയിപ്പോ കൂടുതൽ ഞാൻ പറയണോ? എന്നാലും അത് ജിജിയുടെ അഭിപ്രായം വേറെ ആയിരിക്കുമല്ലോ, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ പറയാം, അല്ല യോജിക്കുകയാണെങ്കിൽ അങ്ങനെ പറയാം. ഞാൻ യോജിക്കുകയാണ്. എനിക്ക് കൂടുതലായിട്ട് പറയാൻ ഞാൻ അതിനുള്ള പ്രാപ്തിയല്ല, അതുകൊണ്ടാണ്. പറയാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടാവില്ല അല്ലേ? അത് കുഴപ്പമില്ല. ചർച്ചയിൽ ഇത്രയും കേട്ടു. അവള് വെറുതെ വിനീത പുനീതിയാവാണ്, അസലായിട്ട് സംസാരിക്കും. നമുക്ക് സമയമുണ്ട്, ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ നമുക്ക് സമയം ഉണ്ടാവും. പറ്റുന്നെങ്കിൽ സംസാരിക്കാം. ഇനിയും തയ്യാറായില്ലെങ്കിൽ വേണമെന്നില്ല. നമ്മളുടെ ഒരു വായനയുടെ ആ ഒരു അനുഭവം ഞങ്ങളുമായിട്ട് പങ്കുവെക്കാലോ. ഓരോരുത്തരുടെ വായനയും വ്യത്യസ്തമല്ലേ. ഇത് ഒരു കുടുംബ പശ്ചാത്തലം പോലെ തന്നെയാണ്. പക്ഷെ ദേശങ്ങളെയും ഭാഷയെയും രാഷ്ട്രീയത്തെയും കൂടി കലർത്തിയും കൊണ്ടാണ് എഴുതിയതെന്ന് എനിക്ക് തോന്നുന്നു. പട്ടുനൂൽപ്പുഴു എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മീനിങ് എന്താണ്? ഒരു വസ്ത്രം നെയ്തെടുക്കുകയാണ്. അത് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഒരു കുടുംബ പശ്ചാത്തലം, അതായത് ആ ദേശത്തുള്ള ആ ദേശത്തെ ചേർത്ത് നിർത്തിയും കൊണ്ട് എഴുതിയ തന്നെയാണ് അത്. പക്ഷേ നാടിനെയും ദേശാന്തരങ്ങളെയും കൂടാതെ ലോകത്തെ തന്നെ വിളിച്ചോതുന്നുണ്ട്. ഇന്നിന്റെ രാഷ്ട്രീയം കൂടി കലർത്തി തന്നെയാണ് ഈ പുസ്തകം പോയത്. എനിക്ക് ഇത്രയ്ക്ക് പറയാൻ അറിയുള്ളൂ. ഓക്കെ, സന്തോഷം. അത് ഏതാനും വാക്യങ്ങളിൽ അത് നന്നായി അതിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സന്തോഷം. താങ്ക് യു സർ. ഇതില് നമ്മള് വിട്ടുപോയ ഒരു കാര്യം ഇപ്പോ ജിജി പറഞ്ഞപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കില് അതിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ധനമുള്ളവന്റെയും ധനം കയ്യിലില്ലാത്തവന്റെയും തമ്മിലുള്ള ഒരു അന്തരം ഇതില് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് വളരെ സൗകര്യമുള്ള ഒരു വീട്ടിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയാണ് പിന്നെ ഇവന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ക്ലാസ്സിൽ പഠിക്കുന്ന. അല്ല, അത് നമ്മള് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. പക്ഷെ മിറയുടെ വീട് പൊലിഞ്ഞു നിൽക്കുന്നതും ഇവന്റെ വീട് ചുളുങ്ങിപ്പോയതെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ രാഷ്ട്രീയമായിട്ട് അതെ, അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ വീട്ടിലേക്ക് ഒരിക്കലും ഇവന്റെ അച്ഛൻ സാംസയെ പണം കടം വാങ്ങിക്കാൻ അയക്കുന്നുണ്ട്. അയാളാണ് പിന്നീട് അവസാനം ഇവനെ വന്ന് തല്ലുന്നത്. ആ വീട്ടിലേക്ക് ചെല്ലുമ്പോ അവിടെ ഷട്ടിൽ ബാഡ്മിന്റൺ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇയാളും ഇയാളുടെ 3 സുഹൃത്തുക്കളും കൂടി. അവിടെ ചെന്ന് ഇവനെ കാണുമ്പോ നമ്മള് ഒരു ക്ലാസ്സിൽ നമ്മളുടെ ഒപ്പം പഠിക്കുന്ന ഒരു സഹപാഠി അവിടെ വന്ന് കാത്തു നിൽക്കുന്നത് കാണുമ്പോ സ്വാഭാവികമായിട്ടും നമ്മൾക്ക് വളരെ സന്തോഷം ഉണ്ടാവും. നമ്മൾ അവരെ കൂടെ പോവും, വീട്ടിലേക്ക് ഉള്ളിലേക്ക് വിളിച്ചുകൊണ്ട് പോകും. പക്ഷെ ഈ പെൺകുട്ടി അവിടെ വന്ന് ഇവനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അകത്തേക്ക് പോയി എന്നാണ് അതിൽ പറയുന്നത്. മാത്രമല്ല ഇവൻ എനിക്ക് തോന്നുന്നു മണിക്കൂറുകളോളം ഇയാള് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവിടെ കാത്തു നിന്നു. പക്ഷെ അയാൾ ഇവനെ ശ്രദ്ധിക്കാതെ വീടിന്റെ അകത്ത് പോയി ഭക്ഷണം കഴിച്ച് വസ്ത്രം മാറി കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് പുറത്തേക്ക് പോകുമ്പോഴും ഇവൻ കാത്തു നിൽക്കുകയാണ്. വളരെ നിസ്സാരമായിട്ട് ഈ കുട്ടിയോട് പെരുമാറുകയാണ് അയാള്. അപ്പൊ ആ ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുമ്പോ, ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഇവൻ കാണുന്ന കാഴ്ചകളുണ്ടല്ലോ, വലിയ സമ്പന്നനായിട്ടുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ കാണുന്ന കാഴ്ചകൾ. അപ്പൊ അവൻ സ്വയം ചിന്തിക്കുന്നുണ്ട്, എന്റെ വീട് ഇതുമായിട്ട് അവൻ കമ്പയർ ചെയ്യുന്നുണ്ട് സ്വന്തം വീടിനെ. അപ്പൊ അത് വലിയൊരു അന്തരം നമ്മളുടെ മനസ്സിൽ സൃഷ്ടിക്കുന്ന രീതിയിലാണ് അവന്റെ ആ ചിന്ത നമുക്ക് അത് കാണിച്ചു തരുന്നത്. അപ്പൊ അതൊക്കെ ഇതിലെ ഒരു വൈരുദ്ധ്യാത്മകമായിട്ടുള്ള ചിത്രങ്ങളാണ് നമ്മളുടെ മനസ്സിൽ അവശേഷിക്കുന്നത്. അതെ, കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ആളുകളുടെ കൂടെ ഇതിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട്. ഇതിപ്പം ഈ സമ്പന്നതയും ദാരിദ്ര്യവും അതുകൂടാതെ ജാതീയതയും ഒക്കെ ഇതിൽ വരുന്നുണ്ട്. അതെല്ലാം വരുന്നുണ്ട്. മാം അതായത് ഇന്റർകാസ്റ്റ് മാരേജ് കഴിഞ്ഞ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നുള്ള വിജയനും ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നും വരുന്ന ആനിയും അവരുടെ കല്യാണം കഴിയുമ്പോൾ ആനിയുടെ വീട്ടുകാര് അവളെ ഉപേക്ഷിച്ചതുപോലെയാണ്. അപ്പൊ ആനി ചോദിക്കണ, എനിക്ക് ഏതാണ് വീട്? ഞാൻ ചെന്ന് കയറിയ വീടാണോ? അവിടെ അവളത്ര സ്വീകാര്യല്ല. വളർന്ന വീട്, അവിടെയും അവള് സ്വീകാര്യല്ലാതാവുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ അവളുടെ അമ്മ അവളെ പ്രസവത്തിന് വിളിച്ചുകൊണ്ട് പോയി. പ്രസവം കഴിഞ്ഞ് 1 വർഷമായിട്ട് ഈ ഭർത്താവ് തിരിച്ചു വരുന്നില്ല. അപ്പൊ അവിടെയുള്ള സംഭാഷണങ്ങളെല്ലാം വളരെ താഴ്ന്ന സ്ഥായിയിലാണ്. അപ്പൊ അവള് പ്രസവിച്ചു കിടക്കുന്ന ആനി വിചാരിക്കുന്നത് ഈ വീട്ടുകാരെല്ലാവരും എന്നെ പറ്റി
പറ്റിയായിരിക്കും പറയുന്നത്. എന്താണ് ഇവളെ കൊണ്ടുവന്നത് ഭാരമായല്ലോ, തിരിച്ച് വിളിച്ചു കൊണ്ടുപോകാത്തത് എന്താണെന്നായിരിക്കും. അപ്പൊ അവർക്ക് സംസാരിക്കാൻ ഒരു സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് അവള് കുഞ്ഞിനെയും എടുത്ത് അമ്മ പറഞ്ഞതുപോലെ പുറത്തൊക്കെ വിശാലമായ മുറ്റത്തൊക്കെ പോയി നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് അവളുടെ ചിന്ത, ഇനി അവര് സ്വതന്ത്രമായിട്ട് സംസാരിക്കട്ടെ, എന്നെ പറ്റിയിട്ട് പറയാനായിട്ട് അവര് ശബ്ദം താഴ്ത്തി സംസാരിക്കേണ്ടതില്ലല്ലോ എന്ന് അവള് ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെയുള്ള ഒരുപാട് ജാതിപരമായിട്ടുള്ളതും പിന്നെ സാമ്പത്തികമായിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ചുറ്റുപാടുകള് വ്യത്യസ്തമാക്കുന്നത് എങ്ങനെയാണ്, അവരുടെ ജീവിതങ്ങളെ വ്യത്യസ്തത വരുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ഇതില് കൃത്യമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരു വളരെ എന്താ പറയാ, ചിത്രം വരച്ചിട്ടതുപോലെയാണ്, ഒരു പെയിന്റിംഗ് പോലെയാണ് നമുക്ക് ഇതിലെ ആളുകളുടെ ജീവിതവും അവരുടെ ജീവിത പരിസരങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. മാം, ഒരു കാര്യം കൂടി എനിക്കുണ്ട്. നടാശയെ നോക്കുന്ന ആ ജാലകം തുറന്നിട്ടിട്ട് നോക്കുന്നുണ്ടല്ലോ, അതെ, ആ അതെ. ഒരു ഇത് നമ്മൾ മാധവിക്കുട്ടിയമ്മയുടെ ഒരു കവിതയുണ്ട്, യാ അല്ലാഹ് എന്ന് പറഞ്ഞ. ആ കവിതയില് ആ ഖബറിൻ സ്ഥാനത്ത് നിന്നിട്ട് ആ കാമുകൻ, അതായത് അദൃശ്യനാണ് ആ കാമുകൻ വന്നിട്ട് ആ ഇതിലേക്ക്, ഖബർസ്ഥാനത്തിലേക്ക് നോക്കുന്ന ഒരു രംഗം പോലെ, ഞാൻ ആ വായിച്ച കവിതകളെ പോലെ എനിക്ക് ആ രംഗം മനസ്സിൽ വല്ലാതെ സ്ട്രൈക്ക് ചെയ്തു. ആ ജനലിനുള്ളിൽ കൂടെ നോക്കുന്നത്, എനിക്കത് ഭയങ്കരമായിട്ട് ആ പോർഷൻ ഇഷ്ടപ്പെട്ടു എനിക്ക്. അതെ, നമ്മൾ എടുത്തു പറഞ്ഞു ആ ഒരു അവനാ ഞാൻ വേറൊരു അർത്ഥത്തിലാ പറഞ്ഞത്, ജനല് തുറന്നല്ലേ ഹേമ, ജനല് തുറന്ന് നോക്കുന്നതിന്റെ ഒരു അവസ്ഥ നമ്മള് അതൊക്കെ എത്ര കൃത്യമായിട്ട് വിവരിച്ചിരിക്കുകയാണ്. അതായത് പണ്ടത്തെ വീടുകളിലെല്ലാം ജനവാതിലിന്റെ ഇടയില് തിരികെ വെക്കുന്ന കുറെ സമ്പാദ്യങ്ങളുണ്ട്. അതെ അതെ അതെ, അതിലെ ആദ്യത്തെ സമ്പാദ്യമാണ് കലണ്ടർ. അതെ അതെ. കലണ്ടർ ഇല്ലാത്ത കാലത്ത് കലണ്ടർ വരെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ. പിന്നെ കുറെ കുറിച്ചിട്ടുകൾ ഉണ്ടാവും, പിന്നെ കുറച്ച് പള്ളി വസറ്റായിട്ടുണ്ടാവും. അതെ, അത് വേറൊരു അറിയോ, ഒരു ഒട്ടുമിക്ക വീട്ടിൽ ആ ജനല് പിന്നെ അടയ്ക്കാനും പറ്റില്ല. അത് തന്നെയാണ് ഇവിടെ ഉണ്ടായത്. അതെ അതെ, അതാ പഴയ വീടുകളുടെ ജനല് തുറന്ന പിന്നെ അടയ്ക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ തള്ളി മരത്തിന്റെ ജനലായിരിക്കും മിക്കവാറും അത്. അതെ, അതിൽ വേറൊരു രസമുണ്ട്. ആ വീട്ടിന് വീണ്ടും കൺസ്ട്രക്ഷൻ നടത്താം എന്ന് വിചാരിച്ചിട്ട് മരങ്ങൾ അട്ടിയായിട്ട് അതൊരു തട്ടുമ്പോഴായിട്ട് മാറി. അത് ആദ്യത്തെ ചാപ്റ്ററിൽ സാംസാറ്റ് കിടക്കുന്ന കിടക്കയെ പറ്റി പറയുന്നുണ്ട്. കിടന്ന് നടുഭാഗം കുഴിഞ്ഞുപോയ കിടക്കയിലാണ് അവൻ കിടക്കണത്. അവന്റെ കുഴിഞ്ഞ തൊട്ടില് പോലെ ഇരിക്കുന്നു. അതെ അതെ. എന്നിട്ട് അവൻ മുകളിലേക്ക് നോക്കുമ്പോ കാണുന്നത് ഈ അട്ടിയായിട്ട് വെച്ചിട്ടുള്ള മരങ്ങളാണ്. അതിന്റെ ഇടയിൽ ഒരു പാമ്പ് കാണുന്നുണ്ട്. പക്ഷെ അവൻ കണക്കാക്കുന്നില്ല അതിനെ. അങ്ങനെ പക്ഷെ ഒരു മനസ്സുകൊണ്ട് സംസാരിക്കുന്ന ഒരു കുട്ടിയാണ്. അവനും ഒരു ഇൻട്രോവേർട്ട് ആണ്. അവന്റെ അച്ഛനും അതെ. അതുകൊണ്ടല്ലേ ഞാനിപ്പോ വെളിച്ചം കാണുന്നു, അവിടുന്ന് വെളിച്ചം തിരിച്ചു കാണുന്നു, ഞാനിപ്പോ ചിത്രം കാണുന്നു, എന്റെ ചിത്രത്തിന്റെ ഒപ്പം വേറൊരു കുട്ടിയും കാണുന്നുണ്ട്, അമ്മ അവിടെ ചായ ഉണ്ടാക്കുന്നു, വേറൊരു, ഇങ്ങനെയല്ലേ അതിന്റെ ഡയലോഗ് പോണത്. അതെ 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 അതെ. നമുക്ക് ഓർത്തു വെക്കാൻ കുറെ വകകൾ തന്നിട്ടുള്ള ഒരു നോവൽ എന്ന് പറയാം. പക്ഷെ ഞാൻ ഒന്നും പറയാം, എല്ലാവർക്കും ഇത് എൻജോയ് ചെയ്തോളണമെന്നില്ല കേട്ടോ. പക്ഷെ ആർക്കും എൻജോയ് ചെയ്യാവുന്നതാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അതുകൊണ്ടാണ് ഇതിനെ വളരെ ജനകീയമാക്കുന്നത്. ഇതിനെ ജനകീയമാക്കുന്നതിന്റെ ഭാഷ ഉപയോഗം തന്നെയാണ്. അതിന്റെ ഒരു ഇതുകൊണ്ട്, ലാളിത്യം കൊണ്ട് ആർക്കും ഇത് ആസ്വദിക്കാം എന്നുള്ളതാണ്. അത് പിന്നെ വായിക്കാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റും. ആ രീതിയിലുള്ളൊരു അവതരണ രീതി, ഭാഷ, അതെ, കഥാപാത്ര സൃഷ്ടി അതുപോലെ തന്നെയാണ്. അതെ അതെ, ഭാഷയെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ് ഇപ്പം PV ഷാജികുമാറിന്റെ മരണവംശം അതൊക്കെ പോകുന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ ജിസ ജോസിന്റെ ഈ അടുത്ത രൂത്തിന്റെ പുസ്തകം രക്ഷയുടേതും, അതൊക്കെ ഒരു ഭാഷയ്ക്ക് അടിസ്ഥാനമാക്കിക്കൊണ്ട് പോകുന്ന ഒരു നല്ല ഒരു കഥകളാണ്, നോവലുകളാണ് ഇപ്പൊ ഇറങ്ങുന്നത്. അതിലെ മരണവംശം നമ്മൾ ഒരു അധ്യായത്തിൽ ചർച്ച ചെയ്തു. ഷാജികുമാറും ഉണ്ടായിരുന്നു. ഇന്ന് ശ്രീ ഹരീഷ് വരേണ്ടതാണ്. അദ്ദേഹം വയനാട് ഒരു യാത്രയിലാണ്. അപ്പോ യാത്രക്കിടെ റേഞ്ച് കിട്ടാത്തത് കൊണ്ട്, ഇതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പ് നമുക്ക് തന്നത്. അതിന്റെ പ്രധാന ഭാഗം നമ്മൾ കേൾപ്പിച്ചു.
കേൾക്കാൻ ഇതുവരെയുള്ള മിക്ക അധ്യായങ്ങളിലും എഴുത്തുകാരും കൂടെ പങ്കെടുത്തിട്ടുണ്ട്. ഒരു 21ാമത്തെ ചാപ്റ്റർ ഇത് 17 ചാപ്റ്ററിലല്ലേ, 17-18 ചാപ്റ്ററുകളിൽ എഴുത്തുകാരുണ്ടായിരുന്നു കൂടെ. അല്ലാത്തതില് എഴുത്തുകാർ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ടാണ്. ഇപ്പൊ ഘോഷയാത്രയിലെ TJS ജോർജ്, KM മാത്യു, അതുപോലെ അവരുടെയൊക്കെ ലീല മെനൻ, ആത്മകഥകളും ചർച്ച ചെയ്തു നമ്മള്. സാർ ഇത് ഏറ്റവും നല്ലൊരു സംഭവം കേട്ടോ. അത് വായിക്കാത്തവരെ വായിപ്പിക്കാനുള്ളൊരു ഏറ്റവും നല്ല, കാരണം അത്രയ്ക്കും ആദ്യം മുതൽ അവസാനം വരെയാണ് ഒരു ഇവിടെ ഇതിലേക്ക് ശരിക്കും ചേച്ചി ഇവിടെ പ്രസന്റ് ചെയ്തത്. വളരെ ഇത് വായിക്കാത്ത എന്റെ മകൻ വരെ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അവൻ പോലും അടുത്തിരുന്നിട്ട് അമ്മ ഇത് എങ്ങനെയെങ്കിലും വായിക്കാൽ കൊള്ളാം, അത്രയ്ക്കും കുട്ടികളെയും വലിയവരെയും ഒക്കെ ആകർഷിക്കാൻ പോകുന്ന ഒരു FM. ഇത് നല്ലൊരു, ഞാൻ ആദ്യമായിട്ടാണ് കേറുന്നത്. എനിക്ക് വളരെ സന്തോഷം, വളരെ ഇഷ്ടപ്പെട്ടു. ഇനി വരുന്ന ആഴ്ചകളിലും വരും. ശ്രീമതി ജിജിമോൾ ഇനി വരുന്ന ആഴ്ചകളിലും ഇതിൽ പങ്കെടുക്കണം. കാരണം ഇത് ഇപ്പൊ 20ാമത്തെ അധ്യായമായി. ഞങ്ങൾ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ 21 കഴിഞ്ഞ 20 പുസ്തകങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ യൂട്യൂബില്. മീഡിയ വേവ്സ് എന്നാണ് ചാനല്. അത് ഹേമയ്ക്ക് ലിങ്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഹേമ പിന്നെ ശ്രീമതി ജിജിക്ക് അത് പാസ് ഓൺ ചെയ്താൽ മതി. അധ്യായങ്ങളിലെ എല്ലാ കൂട്ടുകാർക്കുള്ള ഗ്രൂപ്പുകളിലേക്കും ഇത് ഷെയർ ചെയ്ത് അവരെയും കൂടി കൊണ്ടുവരണം എന്നുള്ള ഒരു അപേക്ഷ കൂടി ഉണ്ട്. ഞാൻ ഇട്ടതാണെന്ന് പലരും, ഒന്ന് ഞാൻ പറയാം ഹേമ, ഇത് പലരും ഈ ക്ലബ് ഹൗസിന്റെ ഒരു ഇനീഷ്യൽ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് കയറാത്തതാവുള്ളൂ. ടെക്നിക്കലായിട്ട് കുറച്ച് കയറാത്തതാവുള്ളൂ. നമുക്ക് വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം. റെക്കോർഡിംഗ് കേൾക്കാമല്ലോ, കുഴപ്പമില്ല. അല്ല, അതുകൊണ്ടാണ് പലരും കയറാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയാം. പിന്നെ ഞാൻ അതിന്റെ ഇടയിൽ കെട്ടിമറിയാഞ്ഞ് നമ്മുടെ ഇതിലേക്ക് പോവില്ലേ. ഇനി ഞാനും ഫ്രഷാണ്. അല്ല, നമുക്ക് വേണമെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ വേണമെന്ന് പറഞ്ഞു കൊടുക്കാം. പറഞ്ഞോളൂ. അല്ല, ഞാൻ ഇന്നലെ ഹേമയുടെ അടുത്ത് പോയിട്ട് ഹേമേനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കരുത് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്നിരിക്കണേ. സ്മൂത്തായിട്ട് കേറാൻ പറ്റി, ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നല്ല വോളിയം ഉണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, സ്മൂത്ത് ലാൻഡിങ്. സ്മൂത്ത് ലാൻഡിങ്ങും സ്മൂത്തായിട്ട് ആനക്കുട്ടിനെ മാറ്റുകയും ചെയ്തു. അത് ടേക്ക് ഓഫ് സ്മൂത്ത് ആണ്. അല്ല, ആനക്കുട്ടിനെ മാറ്റുകയും ചെയ്തു. ശരി ശരി. അപ്പൊ നമുക്ക് ഈ അധ്യായം അവസാനിപ്പിക്കാം തോന്നുന്നല്ലേ ഇനി? ഓക്കെ സാർ, അപ്പൊ താങ്ക് യു, ലീവ് ചെയ്യട്ടെ. അപ്പൊ നമ്മൾ ഈ പുസ്തക ലോകം പരമ്പരയുടെ 21ാമത്തെ അധ്യായത്തിൽ എസ് ഹരീഷിന്റെ പട്ടുനൂൽ എന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ നോവലാണ് ചർച്ച ചെയ്തത്. ഇത് പുസ്തകാവലോകനം നടത്തിയത് ടി ഹേമ തൃക്കാക്കര. ജിജി ഈ ചർച്ചയിൽ പങ്കെടുത്തു. ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത സംസാരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. പതിവ് പോലെ ഇതിൻ്റെ അടുത്ത അധ്യായം ഓഗസ്റ്റ് 1-ാം തീയതി ശനിയാഴ്ച രാത്രി 7 മണിക്ക് പുസ്തക ലോകത്തിൻ്റെ 22ാം അധ്യായം. അതിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം, ശുഭരാത്രി. അപ്പൊ ശുഭരാത്രി ഹേമ, ലീവ് ചെയ്യട്ടെ. വളരെ സന്തോഷം. നമസ്കാരം, ശുഭരാത്രി.